നമസ്കാരം. മാർക്ക് ഫില്ലർ മാത്രമല്ല, സദേൺ മേഖലയിലെ മിക്കവാറും എല്ലാ ആളുകളും ആ ക്ലൗഡ് സെക്ഷന്റെ ആ പ്രവൃത്തിയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഹെവൻലി ക്ലൗഡ് സെക്ഷന് നഷ്ടമായിരുന്ന ഇമേജ് ഒറ്റയടിക്ക് വീണ്ടെടുക്കാൻ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ ആ ആക്ടിവിറ്റി കാരണമായിരിക്കുകയാണ്. എല്ലാ ആളുകൾക്കും ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ തീരുമാനം ഇഷ്ടപ്പെട്ടു എന്നതാണ് ശരി. മാർക്ക് ഫില്ലർ ഈ സമയത്താണ് ഹൂന മൗണ്ടിൽ നിന്ന് ഹാൻസ് മില്ലറുടെ വസതിയിലെത്തുന്നത്. മാർക്ക് ഹാൻസ് മില്ലറുടെ വസതിയിലെത്തപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. ഹാൻസിന്റെ കൂട്ടുകാരാണ് എല്ലാവരും. ആ കൂട്ടത്തിൽ സാക്ഷാൽ ലീന ഡേവിസും ഉണ്ട്. മാർക്കിനെ കണ്ടപ്പോൾ ലീന ഒന്ന് പതറി. മാർക്ക് ഫില്ലർ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ മകനുമായി ഏറ്റുമുട്ടിയ ആ നിമിഷത്തിൽ അവിടെ നിന്ന് മുങ്ങിയ കഥാപാത്രമാണ് ലീന ഡേവിസ്. മാർക്കിനെ യഥാർത്ഥത്തിൽ അന്ന് കറങ്ങാനായി വിളിച്ചുകൊണ്ടുവന്നത് ലീനയാണ്. ആ ലീന ഒരു പ്രതിസന്ധി വന്നപ്പോൾ മാർക്കിനെ ഒറ്റയ്ക്കിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടാണ്. അതിനുശേഷം മാർക്ക് ലീനയെ കാണുന്നത് ഇപ്പോഴാണ്. അവള് പരിങ്ങുന്നത് മാർക്ക് കാണുകയും ചെയ്തു. പക്ഷേ ആ നിമിഷം തന്നെ ലീന ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ഹേയ് മാർക്ക് ഫില്ലർ, കണ്ടിട്ട് എത്ര നാളായി. അവള് വളരെ കൂളായിട്ട് മാർക്കിനോട് വീണ്ടും സംസാരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മാർക്ക് ലീനയെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ ഹാൻസിന്റെ അടുത്തേക്ക് നടന്നു. മാർക്കിനെ കണ്ടതും ആ ടേബിളിന് ചുറ്റുമിരിക്കുന്ന ആളുകളൊക്കെ സന്തോഷത്തോടെ മാർക്കിനെ സ്വാഗതം ചെയ്തു. ഹേയ് മാർക്ക്, ഇപ്പൊ താങ്കളാണ് ഇവിടുത്തെ താരം. ഈ സദേൺ മേഖലയിൽ നിങ്ങളെ അറിയാത്ത ആരും ഇവിടെയില്ല. മാർക്ക്, നിങ്ങൾ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായതിൽ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ശരിക്കും അഭിമാനമുണ്ട്. അങ്ങനെ അവരൊക്കെ പറഞ്ഞതും മാർക്ക് അവരോട് പറഞ്ഞു, ഹേയ് അങ്ങനെയൊന്നും പറയരുത്. സത്യത്തിൽ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഓട്ടത്തിനിടയിൽ പല കാര്യങ്ങൾ സംഭവിച്ചതാണ്. ഹേയ് മാർക്ക്, അങ്ങനെ പറയാതെ. നിങ്ങൾ ആ ഫസ്റ്റ് എൽഡർ കേട്ട് കാര്യമായി കൊടുത്തത് എല്ലാവരും അറിഞ്ഞില്ലേ? ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ഫസ്റ്റ് എൽഡറെ വെല്ലുവിളിക്കാൻ ഈ സദേൺ റീജിയനിൽ ആരാ ഉള്ളത്? നിങ്ങൾ ഒരു സംഭവമാണ്. മാർക്കിനെ അടിച്ചു പോഴ്ത്താൻ ആ ടീമിന് വല്ലാത്തൊരു ഔത്സക്യം. അപ്പോഴാണ് ലീന പറഞ്ഞത്, അതെ അതെ മാർക്ക്, താങ്കൾ ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. താങ്കൾ ഞങ്ങളുടെ സുഹൃത്തായതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ലീന മാർക്കിനെ പതപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാള് ഉറക്കെ പറഞ്ഞു, എന്തായാലും ആ നോർത്തേൺ ലാൻഡിൽ നിന്നുള്ള ആളുകളെ തടുക്കാനായി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആളുകൾ ഇറക്കിയത് നല്ലത് തന്നെയാണ്. പെട്ടെന്ന് ചർച്ച ആ വിഷയത്തിലേക്കായി. മാർക്ക് അവരോട് പറഞ്ഞു, അതെ അതെ, ഞാനുമായിട്ടുള്ള ആ ഉടക്ക് അവസാനിപ്പിച്ചിട്ട് അവര് നോർത്തേൺ ലാൻഡിന്റെ ഭീഷണി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അങ്ങനെ ആ സംഭാഷണം നടക്കുമ്പോൾ മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, എനിക്കൊരു കാര്യം സംസാരിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫില്ലർ ആ ടേബിളിന് അടുത്തുനിന്ന് എണീറ്റ് ആ മുറിയുടെ പുറത്തേക്ക് നടന്നു. അത് കണ്ടതും ഹാൻസ് മില്ലർ അയാളുടെ കൂട്ടുകാരൻ നോക്കിയിട്ട് മാർക്കിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ മാർക്ക് ആ കെട്ടിടത്തിന്റെ പുറത്തേക്കാണ് നടന്നത്. മാർക്കിന് തന്നോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പുറകെ നടന്നു വരുന്ന ഹാൻസിന് അത് കണ്ടപ്പോൾ തോന്നി. ഹാൻസ് നടന്ന് മാർക്കിന്റെ അടുത്തെത്തി. ഏയ് മാർക്ക്, എന്താ സംഭവം? ഏയ് ഹാൻസ്, നീ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഡാർക്ക് എനർജി അത്യാവശ്യമായി വേണം. ഡാർക്ക് എനർജി എന്ന് മാർക്ക് ഫില്ലർ പറഞ്ഞതും ഹാൻസ് മാർക്കിന്റെ കയ്യിൽ കയറി പിടിച്ചു. ഏയ് മാർക്ക്, പതുക്കെ പറയാം. ഡാർക്ക് എനർജി എന്ന് പറയുന്ന ആരും കേൾക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കിയതിനു ശേഷം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്തെങ്കിലും ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ടോ? ഏയ് ഹാൻസ്, അതൊന്നും അല്ല. പക്ഷേ എന്താണ് കാര്യമെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എന്തായാലും ഡാർക്ക് എനർജി ഉള്ള ഒരു സ്ഥലം നീ കണ്ടുപിടിച്ചു തരണം. മാർക്ക്, പെട്ടെന്ന് നീ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലവും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. എന്തായാലും ഞാൻ ഉടൻ തന്നെ നിന്റെ ആവശ്യപ്രകാരം അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് തരാം. ഹാൻസ് മില്ലർ ഏറ്റാൽ ആ കാര്യം നടക്കുമെന്ന് മാർക്കിന് അറിയാം. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഡാർക്ക് എനർജി ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സമയമാണ്. മാർക്കിന്റെ ബോഡിയിൽ ഇപ്പൊ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ സ്പിരിച്വൽ എനർജിക്ക് തത്തുല്യമായ അളവിൽ ഡാർക്ക് എനർജി കൂടി മാർക്കിന്റെ ശരീരത്തിൽ കയറിയാലേ മാർക്കിന് അടുത്ത ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. മാർക്ക് ഡാർക്ക് എനർജി ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യുമെന്നുള്ള കാര്യവും ആരും അറിയാൻ പാടില്ല. അതറിഞ്ഞാൽ പലരും മാർക്കിനെ വല്ലാതെ സംശയത്തോടെ നോക്കും. സാധാരണഗതിയിൽ ഡാർക്ക് എനർജി ഉപയോഗിക്കുന്നത് ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അത്തരം ആളുകളെ സമൂഹം പൊതുവെ ഉൾക്കൊള്ളത്തില്ല. അതുകൊണ്ടാണ് മാർക്ക് മുഴുവൻ കാര്യങ്ങളും ഹാൻസിനോട് പറയാതിരുന്നത്. ഇതേ കാരണത്താലാണ് മാർക്ക് ഫില്ലർ ഈ സദേൺ റീജിയനിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മാർക്കിനെ വേട്ടയാടുമ്പോഴും തണ്ടർ കോർട്ട്യാർഡിലേക്ക് പോവാത്തത്. തണ്ടർ കോർട്ട്യാർഡിൽ മാർക്ക് ചെല്ലുമ്പോൾ മാർക്ക് ഡാർക്ക് എനർജി ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം അവർ ചിലപ്പോൾ അറിഞ്ഞേക്കും. അത് വലിയ വിഷയമാവും. ഹാൻസ് ഡാർക്ക് എനർജി ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതും മാർക്കും ഹാൻസും തിരിച്ച് ആ കൂട്ടുകാരിയിരിക്കുന്ന മുറിയിലേക്ക് വന്നു. അവർ രണ്ടും മടങ്ങി വന്ന് കണ്ടതും ലീന ഹാൻസിനോട് ചോദിച്ചു, അല്ല എന്താ രണ്ടുപേരോട് രഹസ്യം പറയുന്നത്? ഏയ് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ. ഓക്കെ, ഞാൻ ഇറങ്ങിയാണ്, എനിക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫില്ലർ അവിടെ നിന്ന് ഇറങ്ങി. മാർക്ക് ഫില്ലർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലീന
കൗതുകത്തോടെ മാർക്കിനെ തന്നെ നോക്കുകയാണ്. മാർക്ക് ഫെല്ലറും ഈ ഹാൻസും തമ്മിൽ എന്താണ് സംസാരിച്ചത്? അതാണ് അവൾ അലട്ടുന്ന ചോദ്യം. മാർക്കിന്റെ ശക്തി വർദ്ധിച്ചത് അവൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. മാർക്കിന്റെ ബോഡിയിലെ ആ സ്പിരിച്വൽ എനർജി ഒരു നേസന്റ് സോൾ സ്റ്റേജിലുള്ള ഒരാളുടേത് മാത്രമാണെന്ന് ലീന തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ലീന മറ്റൊരു കാര്യം കൂടി തിരിച്ചറിയുകയാണ്. ആ നേസന്റ് സോൾ സ്റ്റേജിലെ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചാണ് മാർക്ക് ഫെല്ലർ ആ ഫസ്റ്റ് ഓർഡറെ തകർത്ത് തരിപ്പണമാക്കിയത്. അതിന്റെ അർത്ഥം ലീനയും അവിടെ നിൽക്കുന്ന ഹാൻസ് ഉൾപ്പെടെ ആരും തന്നെ മാർക്കിന് തുല്യരല്ല എന്നതാണ്. മാർക്ക് ആ യുവാക്കളുടെ മുകളിൽ കയറിപ്പറ്റിയെന്ന അർത്ഥം. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലീനയുടെ മനസ്സിൽ ഒരു കുത്ത് വീഴുകയാണ്. അവർക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവള് എത്രയോ നാളുകളായി ആ സദേൺ മേഖലയിൽ സകലരുടെയും ടോപ്പിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവളെ ഇതാ മാർക്ക് ഫെല്ലർ വളരെ വളരെ അനായാസമായി മറികടന്നിരിക്കുകയാണ്. ഈ ശൈലിയിൽ മാർക്ക് മുന്നോട്ട് പോയാൽ മാർക്ക് വളരെ മുകളിലേക്ക് പോകും. അങ്ങനെ വന്നാൽ അവൾക്ക് മാർക്ക് അപ്രാപ്യമാവും. മാർക്കിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഇതൊക്കെ ലീനയുടെ മനസ്സിലുണ്ട്. ലീന ആ മനസ്സോടുകൂടി ഹാൻസിനോട് ചോദിച്ചു, അല്ല ഹാൻസ്, എന്തിനാ മാർക്ക് വന്നത്? നിങ്ങൾ തമ്മിൽ എന്ത് രഹസ്യമാണ് സംസാരിച്ചത്? ഹേയ് ലീന, അവന് ചില ആയുധങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ താല്പര്യമുണ്ട്. ആ ആയുധങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് എന്നോട് ചോദിച്ചത്. ഡാർക്ക് എനർജി എന്ന പദം പോലും പറയാതെ മറ്റൊരു കാര്യം ഹാൻസ് ലീനയുടെ മുന്നിൽ പറഞ്ഞു. അത് കേട്ടതും ലീന ഹാൻസിനോട് ചോദിച്ചു, ആയുധങ്ങളോ? അവനെന്തിനാ ആയുധം? ഏയ് ലീന, അവൻ മിക്കവാറും എല്ലാവരുമായി ഉടക്കിലല്ലേ. ശക്തമായ ഒരു ആയുധം കയ്യിലില്ലെങ്കിൽ എങ്ങനെ പിടിച്ചേക്കാൻ പറ്റുക? എന്റെ കയ്യിലുള്ള സിൽവർ സോഡ് പോലെ ഒരെണ്ണം അവന് വേണം. അതാണ് മാർക്ക് എന്നോട് പറഞ്ഞത്. ഹാൻസ് മില്ലർ മാർക്ക് പറഞ്ഞ കാര്യം ആ ശൈലിയിൽ അവതരിപ്പിച്ചപ്പോൾ പിന്നെ ലീനയ്ക്ക് സംശയമൊന്നും ഉണ്ടായില്ല. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയ മാർക്ക് ഫെല്ലർ ആ ബ്ലാക്ക് ഈഗിളിന്റെ മുകളിൽ കയറി നേരെ പോയത് ഗൂസ് സിറ്റിയിലേക്കാണ്. ഗൂസ് സിറ്റിയിലേക്ക് പറക്കുന്ന മാർക്കിന്റെ മനസ്സിലുള്ളത് സാക്ഷാൽ സിസ്റ്റർ ലിന്നാണ്. സിസ്റ്റർ ലിൻ ഗൂസ് സിറ്റിയിൽ എത്രയോ കാലങ്ങളായിട്ട് ലേലം നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഡാർക്ക് എനർജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അവർക്ക് അറിയാമായിരിക്കുമെന്നൊരു വിശ്വാസം മാർക്കിനുണ്ട്. മാർക്ക് ഫെല്ലർ ഗൂസ് സിറ്റിയിലേക്ക് അങ്ങനെ പറക്കുമ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിന് നേതൃത്വം കൊടുക്കുന്നത് സാക്ഷാൽ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ എല്ലാവരോടും പറഞ്ഞു, നമുക്ക് കൂടുതൽ ആളുകളെ രംഗത്തിറക്കേണ്ടിയിരിക്കുന്നു. അതിർത്തിയിൽ നമ്മുടെ ആളുകൾ കൂടി ചെന്നപ്പോൾ ആ നോർത്തേൺ ലാൻഡിലെ ആളുകൾ അവിടെയുള്ള ആക്രമണം ഒന്ന് കുറച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ ഈ സദേൺ പ്രോവിൻസിനകത്തുള്ള ചെറു സിറ്റികളെയും വലിയ സിറ്റികളെയും അവർ ടാർഗറ്റ് ചെയ്യാണ്. അവരെ അവിടെ അങ്ങനെ ആക്രമിക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അത് കേട്ടതും ഈ മീറ്റിംഗിലുള്ള ഒരാള് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഏയ് നമ്മളെന്തിനാ അതേക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? ഓരോ സിറ്റി സംരക്ഷിക്കേണ്ടത് അവിടെയുള്ള ആളുകളല്ലേ. അവിടെയുള്ള സാധാരണ ആളുകൾ കൊല്ലപ്പെടുന്നതിന് നമ്മൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അയാൾ അത് പറഞ്ഞതും വേറൊരാളുടെ കമന്റ് ഉണ്ടായി. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്, നമ്മളെന്തിനാ എപ്പോഴും ഈ നോർത്തേൺ ലാൻഡുകാരെ എതിർക്കുന്നത്? നോർത്തേൺ ലാൻഡുകാരുമായിട്ട് ഒരു രമ്യതയിൽ പോകുന്നതല്ലേ നല്ലത്? ഈ സദേൺ പ്രോവിൻസിൽ പല സ്ഥലത്തും നോർത്തേൺ ലാൻഡുകാർ വരും. അവിടെ എല്ലാം ചെന്ന് നമ്മൾ നോർത്തേൺ ലാൻഡിനെ എതിർക്കാൻ നിന്നാൽ നോർത്തേൺ ലാൻഡുകാർ നമുക്കെതിരെ തിരിയത്തില്ലേ? അത് എങ്ങനെ ശരിയാകും? അയാൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ പലരുടെ അഭിപ്രായം അതിന് അനുകൂലമായി മാറി. അതെ അതെ, എനിക്കും അതാ പറയാനുള്ളത്. നമ്മള് നോർത്തേൺ ലാൻഡുകാരുമായി ഒത്തുതീർപ്പിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പൊ തന്നെ നമ്മൾ നോർത്തേൺ ലാൻഡുകാരെ ഒരുപാട് ശല്യപ്പെടുത്തിയിരിക്കുകയാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ, നമ്മൾ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. നമ്മൾ ആ അതിർത്തിയിലേക്ക് അയച്ച് നമ്മുടെ ഭടന്മാരെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് അങ്ങനെ ആളുകൾ പറഞ്ഞതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അയാളുടെ സീറ്റിൽ നിന്ന് എണീറ്റു. അയാള് എല്ലാവരും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, നോർത്തേൺ ലാൻഡുകാരുമായിട്ട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും നമ്മൾ തയ്യാറായില്ല. അവരുമായി ഒത്തുതീർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുമാവില്ല. നോർത്തേൺ ലാൻഡുകാർ ഈ സദേൺ മേഖലയിലേക്ക് കയറിയാൽ അവരെ കാണുന്നിടത്ത് വെച്ച് തകർക്കുക, അതാണ് നമ്മുടെ ധർമ്മം. അതിന് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കണം. അങ്ങനെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞതും അല്പം ക്ഷീണമുള്ള ഒരു ശബ്ദം അവിടെ കേട്ടു. ഏയ്, അത് നീ അങ്ങ് തീരുമാനിച്ച പോരല്ലോ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആളുകളൊക്കെ നോക്കുമ്പോൾ സാക്ഷാൽ ഫസ്റ്റ് എൽഡർ ഒരു പരുവത്തിൽ അങ്ങോട്ട് നടന്നു വരികയാണ്. മാർക്ക് ഫെല്ലറുമായിട്ടുള്ള ആ ഏറ്റുമുട്ടലിൽ ബോഡിയുടെ ഏതാണ്ട് പകുതി ഭാഗം തകർന്നു പോയ ഫസ്റ്റ് എൽഡർ ഒരു പരുവത്തിൽ റീകൂപ്പ് ചെയ്തിരിക്കുകയാണ്. അയാൾ പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്തു എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ അതീവ ശ്രേഷ്ഠങ്ങളായ മരുന്നുകൾ അയാളെ ഒരുപാട് ശരിയാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യവുമാണ്. ഫസ്റ്റ് എൽഡറെ കണ്ടതും ബാക്കിയുള്ള ആളുകളൊക്കെ ഫസ്റ്റ് എൽഡറെ വിഷ് ചെയ്തു. ഫസ്റ്റ് എൽഡറെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റ് എൽഡർ പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, നമുക്ക് നോർത്തേൺ ലാൻഡുകാരുമായിട്ട് ഒരു തരത്തിലുള്ള ഒത്തീർപ്പും പറ്റില്ല.
ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അങ്ങനെ പറഞ്ഞതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അടുത്തേക്ക് നടന്നു വരുന്ന ഫസ്റ്റ് എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഏയ് അതല്ലേ ഞാൻ പറഞ്ഞത്, ഇവിടെ തീരുമാനമെടുക്കാൻ സെക്ഷൻ മാസ്റ്റർക്കാണ് അധികാരം. അദ്ദേഹം സെക്ലൂഷനിലേക്ക് പോയപ്പോൾ ആ അധികാരം എനിക്കാണ് ഹാൻഡ് ഓവർ ചെയ്തത്. ഞാനിവിടെ ഉള്ളപ്പോൾ തീരുമാനം ഞാൻ എടുക്കും. വളരെ ആധികാരികമായിട്ടാണ് ഫസ്റ്റ് എൽഡർ പറഞ്ഞത്. ഫസ്റ്റ് എൽഡർ അങ്ങനെ പറഞ്ഞതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്ക് ഒരു വോയിസും ഇല്ലാത്ത സ്ഥിതിയായി. അയാള് എന്ത് പറയണമെന്നറിയാതെ നിശബ്ദനായി അങ്ങനെ നിൽക്കുമ്പോൾ ഫസ്റ്റ് എൽഡർ അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഉത്തരവ് നൽകാൻ പോവുകയാണ്. നമ്മൾ അതിർത്തിയിലേക്ക് അയച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും തിരിച്ചു വിളിക്കണം. നമ്മളൊരു കാരണവശാലും നോർത്തേൺ ലാൻഡുകാരുമായിട്ട് മത്സരിക്കേണ്ട കാര്യമില്ല. നോർത്തേൺ ലാൻഡുകാരെ എതിർക്കേണ്ട കാര്യവുമില്ല. അവരും നമ്മളും ശത്രുക്കളൊന്നുമല്ല. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് എടുത്ത എല്ലാ തീരുമാനങ്ങളെയും ഇതാ ഫസ്റ്റ് എൽഡർ വീറ്റു ചെയ്യുകയാണ്. ആ തീരുമാനങ്ങളൊക്കെ തെറ്റാണെന്നും ആ തീരുമാനങ്ങളൊക്കെ പിൻവലിക്കാൻ പോവുകയാണെന്നുമാണ് ഫസ്റ്റ് എൽഡർ പറയുന്നത്. ഫസ്റ്റ് എൽഡർ പറഞ്ഞ വാചകങ്ങൾ കേട്ടതും അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ സന്തോഷം. അതെ അതെ, അതാണ് വേണ്ടത്. ഫസ്റ്റ് എൽഡർ താങ്കൾ സമയത്ത് പ്രതികരിച്ചത് നന്നായി, അല്ലെങ്കിൽ ഈ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ നമ്മളെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയനെ. അങ്ങനെ ആളുകൾ പറഞ്ഞതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കൈ ഉയർത്തി ഒരൊറ്റയാടി. അയാൾ അടിച്ചത് ഫസ്റ്റ് എൽഡറുടെ മുതുകിലാണ്. അടിയേറ്റ് ഫസ്റ്റ് എൽഡർ തറയിലേക്ക് കവിഴ്ന്ന് വീണു. ഒരു പ്രത്യേക താളത്തിലാണ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റ് എൽഡറുടെ മുതുകിൽ അടിച്ചത്. ഫസ്റ്റ് എൽഡർ ഇപ്പൊ ശരിക്കും വീക്കാണ്. അയാളുടെ ശരീരത്തിൽ സ്പിരിച്വൽ എനർജി സാവധാനം കയറി വരുന്നതേ ഉള്ളൂ. അയാളുടെ മുറിവുകളൊക്കെ ഭേദമായി വരുന്നതേ ഉള്ളൂ. അയാളുടെ കാലുകൾക്ക് ശരിക്കും ബലം കിട്ടിയിട്ടില്ല. ആ സമയത്താണ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഒറ്റയടിക്ക് ഫസ്റ്റ് എൽഡറെ താഴെ ഇടുന്നത്. ആ രംഗം കണ്ട ആ കോൺഫറൻസ് മുറിയിലെ എൽഡേഴ്സ് എല്ലാം ശരിക്കും ഞെട്ടി. ഒരു നിമിഷം ഒന്ന് ഞെട്ടിയ ആ എൽഡർമാരിൽ ഒരാൾ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഏയ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ, നിങ്ങൾ അതിരുകൾ കടക്കുകയാണ്. ഇത് അയാൾ അത്രേ പറഞ്ഞോളൂ. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കൈ ഒന്ന് നിവർത്തി ഒരൊറ്റയാടി. ആ നിമിഷത്തിൽ ആ എൽഡറുടെ തല ചിതറി. ആ കോൺഫറൻസ് മുറിയിലെ അതുവരെ ഉണ്ടായിരുന്ന ആ അവസ്ഥ ആ ഒരു നിമിഷത്തിൽ മാറി. സകലരും ഭയത്തോടെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ നോക്കുമ്പോൾ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അവരോട് പറഞ്ഞു, ഇവിടെ സെക്ഷൻ മാസ്റ്റർ എത്തുന്നതുവരെ ഇനി തീരുമാനമെടുക്കുന്നത് ഞാനാണ്. ഫസ്റ്റ് എൽഡർക്ക് സുഖമില്ല. നിങ്ങൾക്ക് ഞാൻ അവസാന വാണിംഗ് നൽകുകയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ശക്തരായ യോദ്ധാക്കളെ ഈ സദേൺ മേഖലയിലെ എല്ലാ വലിയ ടൗണുകളിലേക്കും അതുപോലെ പ്രതിസന്ധിയുള്ള സ്ഥലങ്ങളിലേക്കും അയക്കണം. അവിടെയുള്ള ആളുകളുമായി സഹകരിച്ച് നോർത്തേൺ ലാൻഡിലെ അക്രമികളെ അവസാനിപ്പിക്കാൻ അവരുടെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ ആ ചോദ്യം കേട്ടതും പലരും ഒന്നും മിണ്ടാതെ നിശബ്ദരായി ഇരിക്കുകയാണ്. അത് കണ്ടതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും എന്നെ എതിർത്താൽ ആ ആളെ ആ നിമിഷം ഞാൻ കൊല്ലും. ആ വാചകത്തിന് പെട്ടെന്ന് ഫലമുണ്ടായി. സകലരും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ, ഞങ്ങൾ ഇപ്പൊ തന്നെ ആളുകളെ അയക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അതിനുള്ള നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്തു. ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ഏകദേശം 10,000-ഓളം യോദ്ധാക്കളാണ് ഉള്ളത്. ആ 10,000 യോദ്ധാക്കളിൽ നിന്ന് നല്ലൊരു ഭാഗത്തെ നോർത്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലയിലേക്ക് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അയച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകളിൽ മിടുക്കരെ ഈ സദേൺ മേഖലയിലെ വിവിധ ടൗണുകളിലേക്ക് അയച്ചു. സദേൺ പ്രൊവിൻസ് എന്ന് പറയുന്നത് ഒരു കൂറ്റൻ പ്രൊവിൻസ് ആണ്. ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് 7,000-ലധികം കിലോമീറ്റർ നീളമുണ്ട്, അതുപോലെ തന്നെ വീതിയും. അത്രയും വലിയൊരു പ്രൊവിൻസിനകത്ത് ആയിരക്കണക്കിന് ടൗണുകളുണ്ട്. ആ ടൗണുകളിൽ പലതും ഇപ്പോ നോർത്തേൺ ലാൻഡുകാർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ വിദഗ്ധരായ ആ ഫൈറ്റേഴ്സിനെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ ഉത്തരവ് പ്രകാരം അവർ ഓരോരുത്തരായി അയച്ചു തുടങ്ങിയത്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് ആ ഫൈറ്റേഴ്സ് സദേൺ മേഖല മുഴുവനായി അങ്ങ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് മാർക്ക് ഫെല്ലർ ഗൂസ് സിറ്റിയിലെത്തി. ഗൂസ് സിറ്റിയിൽ ആ സിറ്റി ലോഡിന്റെ വസതിയിലേക്ക് മാർക്ക് എത്തുമ്പോൾ മാർക്കിനെ കണ്ട സിറ്റി ലോഡ് ശരിക്കും അമ്പരന്ന് പോവുകയാണ്. മാർക്ക് പെട്ടെന്ന് എന്താ ഇവിടെ വന്നേ? സിറ്റി ലോഡ്, ഞാൻ സിസ്റ്റർ ലിന്നിനെ കാണാൻ വന്നതാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ സിറ്റി ലോഡ് തന്നെ സിസ്റ്റർ ലിൻ താമസിക്കുന്ന വസതിയിലേക്ക് മാർക്കിനെ കൊണ്ടുവന്നു. ആ വസതിയുടെ മുന്നിലെത്തിയതും സിറ്റി ലോഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ സിസ്റ്റർ ഇവിടെയാ താമസിക്കുന്നത്. മാർക്ക് അത് കേട്ടതും സിറ്റി ലോഡിനോട് യാത്ര പറഞ്ഞിട്ട് ആ വസതിക്കുള്ളിലേക്ക് കയറി. മനോഹരമായ ഒരു വസതിയാണ് സിസ്റ്റർ ലിന്നിന് വേണ്ടി സിറ്റി ലോഡ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മാർക്ക് അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റർ ലിൻ അവിടെ ഇല്ല. മാർക്ക് ആ വസതിക്കുള്ളിലേക്ക് കയറി. വസതിക്കുള്ളിലേക്ക് മാർക്ക് കയറുമ്പോൾ അവിടെയുള്ള ജോലിക്കാർ മാർക്കിനോട് പറഞ്ഞു, സിസ്റ്റർ ലിൻ പുറത്തു പോയിരിക്കുകയാണെന്നും 1 മണിക്കൂറിനകം തിരിച്ചു വരുമെന്നും. അത്രയും സമയം എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് കരുതി മാർക്ക് സിസ്റ്റർ ലിന്റെ മുറിയൊക്കെ നോക്കുകയാണ്. വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു നല്ല മുറിയാണ് സിസ്റ്റർ ലിൻ ഉപയോഗിക്കുന്നത്. മാർക്ക് ആ മുറിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ കൗതുകപൂർവ്വം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ മാർക്ക് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിസ്റ്റർ ലിൻ അവിടേക്ക് വരുന്നത്. മാർക്കിനെ കണ്ട അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. മാർക്ക്, നീ എപ്പോഴാ വന്നത്? സിസ്റ്റർ, ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. അങ്ങനെ മാർക്ക് പറഞ്ഞതും സിസ്റ്റർ ലിൻ അകത്തേക്ക് കയറി. സിസ്റ്റർ ലിൻ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മാർക്ക് കൈയൊന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ ആ മുറിയുടെ വാതിലും കടന്നു. മാർക്ക്, എന്താ പറ്റി? സിസ്റ്റർ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാ നിന്നെ കാണണമെന്ന് വിചാരിച്ചത്. മാർക്ക്, എന്താ കാര്യം പറഞ്ഞോ. സിസ്റ്റർ, നിനക്ക് ഈ ഡാർക്ക് എനർജി ഉള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും അറിയാവോ? മാർക്ക്, ഡാർക്ക് എനർജിയോ? അതെന്തിനാ? നീ മന്ത്രവാദം വല്ലതും ചെയ്യാൻ പോവുകയാണോ? സിസ്റ്റർ, അതൊന്നും അല്ല. ഇപ്പോൾ എനിക്ക് കൂടുതൽ വിശദീകരിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള സ്ഥലമുണ്ടോ? അത് കേട്ടതും സിസ്റ്റർ ലിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഒരു നിമിഷം ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൾ അവളുടെ പെട്ടി തുറന്ന് ആ പെട്ടിയുടെ അടിയിൽ അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു മാപ്പ് പുറത്തെടുത്തു. ആ മാപ്പ് അവൾ മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തു. മാർക്ക്, ഇത് ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരാളിൽ നിന്ന് പണ്ട് എനിക്ക് കിട്ടിയതാണ്. അന്ന് അയാള് ഒരു വെള്ളി കൊണ്ടുള്ള മഴു ലേലത്തിന് കൊണ്ടുവന്നിരുന്നു. ആ മഴു അയാൾക്ക് ഈ മാപ്പിൽ പറയുന്ന സ്ഥലത്തുനിന്ന് കിട്ടിയെന്നാണ് അയാൾ അന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് ഈ മാപ്പ് ഇങ്ങനെ വാങ്ങിച്ചെടുത്തത്. സിസ്റ്റർ ലിൻ ശരിക്കും ഉപയോഗപ്പെടുമെന്ന് ഒരു പ്രതീക്ഷ ഗോ സിറ്റിയിലേക്ക് തിരിക്കുന്ന സമയത്ത് മാർക്കിന് തോന്നിയിരുന്നു. അത് ഇപ്പൊ ഇതാ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മാർക്ക് ആ മാപ്പ് സൂക്ഷിച്ചു വെക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം വളരെ ഉറക്കെയാണ് കേൾക്കുന്നത്. ശബ്ദം കേട്ടതും മാർക്ക് ആ മുറിക്ക് പുറത്തിറങ്ങി. അവിടുന്ന് ആ ബിൽഡിങ്ങിന് പുറത്ത് മാർക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ശബ്ദം കേൾക്കുകയാണ്. ടൗണിനകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും മാർക്ക് അലീനയോട് പറഞ്ഞു, സിസ്റ്റർ, ഞാനേ ഇപ്പൊ വരാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്ക് ഫെല്ലർ അതിവേഗം ആ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി മൂവ് ചെയ്തു. മാർക്ക് ആ ടൗണിലെ സ്ക്വയറിലെത്തുമ്പോൾ അവിടെ കുറെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ആളുകൾ ഗോ സിറ്റിയിലെ ഗാർഡുകളിൽ പലരെയും കൊന്നു തള്ളിയിരിക്കുന്ന കാഴ്ചയാണ് മാർക്ക് കാണുന്നത്. ആ കറുത്ത വസ്ത്രധാരികളെ മാർക്ക് കണ്ട ആ നിമിഷത്തിൽ മാർക്ക് ഒരു ശബ്ദം കേട്ടു. ഇമോട്ടൽ സ്ലേയിങ് സെഷനോ? ശബ്ദം കേട്ടപ്പോ മാർക്ക് ഒന്ന് ഞെട്ടി. മാർക്ക് പെട്ടെന്ന് ചുറ്റും നോക്കി. അപ്പോഴാണ് ആ ശബ്ദം പിന്നെയും കേൾക്കുന്നത്. ഇത് അത് തന്നെ, ഇമോട്ടൽ സ്ലേയിങ് സെഷൻ. അപ്പോഴാണ് മാർക്ക് ആ ശബ്ദത്തിന്റെ ഉറവിടം ശരിക്കും തിരിച്ചറിഞ്ഞത്. മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയ്ക്കുള്ളിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദത്തിന്റെ ഉടമയും മാർക്കിന് പിടികിട്ടി. അത് സാക്ഷാൽ ടോറസ് ആണ്. സ്കൈ ബ്ലഡ് റെയിൻബോ. ടോറസ്, നീ എന്താ പറഞ്ഞേ? ഇമോട്ടൽ സ്ലേയിങ് സെഷനോ? മാർക്ക്, അതെ, ഇമോട്ടൽ സ്ലേയിങ് സെഷനുമായി ബന്ധമുള്ള ആളുകളാണ് അവിടെ നിൽക്കുന്നത്. എനിക്ക് ആ ഓറ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ഹെവൻലി റീജിയനിലേക്ക് മാർക്ക് വരുമ്പോൾ മാർക്ക് സ്കൈ ബ്ലഡ് റെയിൻബോയെ കൂടി കൊണ്ടുവന്നിരുന്നു. സ്കൈ ബ്ലഡ് റെയിൻബോയുടെ ഡിവൈൻ സെൻസിനെയാണ് യഥാർത്ഥത്തിൽ മാർക്ക് കൊണ്ടുവന്നത്. ആ ഡിവൈൻ സെൻസിനെ മാർക്ക് ആ മാന്ത്രിക നിലവറയിൽ അടച്ചിരിക്കുകയാണ്. ആ മാന്ത്രിക നിലവറയിലുള്ള സ്കൈ ബ്ലഡ് റെയിൻബോ ഇമോട്ടൽ സ്ലേയിങ് സെഷന്റെ ഓറ തിരിച്ചറിഞ്ഞപ്പോൾ മാർക്ക് ശരിക്കും അമ്പരന്ന് പോവുകയാണ്. മാർക്ക് സ്കൈ ബ്ലഡ് റെയിൻബോയോട് ചോദിച്ചു, അത് നോർത്തേൺ ലാൻഡുകാരാണ്, അവരും ഇമോട്ടൽ സ്ലേയിങ് സെഷൻ തമ്മിൽ എന്താ ബന്ധം? മാർക്ക്, ഇമോട്ടൽ സ്ലേയിങ് സെഷനെ കുറിച്ച് മാർക്ക് എന്താ ധരിച്ചിരിക്കുന്നത്? ഇമോട്ടൽ സ്ലേയിങ് സെഷൻ ഈ യൂണിവേഴ്സ് മുഴുവൻ വളർന്ന് പന്തലിച്ച വലിയൊരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ഇമോട്ടൽ സ്ലേയിങ് സെഷൻ ഇവിടെ ഈ ഹോളി റീജിയനിലും വന്നു കാണും. അങ്ങനെ ആ സ്കൈ ബ്ലഡ് റെയിൻബോ പറയുമ്പോൾ മാർക്ക് ശരിക്കും അമ്പരന്ന് പോവുകയാണ്. ഇമോട്ടൽ സ്ലേയിങ് സെഷനെ ആ മാസ്ക് വെച്ച സ്ത്രീ പൂർണ്ണമായും തുടച്ചു മാറ്റുന്ന രംഗം മാർക്ക് ഭൂമിയിൽ ആ സമുദ്രത്തിനടിയിലുള്ള ഗുഹയിൽ വെച്ച് കണ്ടതാണ്. ആ കാഴ്ച ഇപ്പോഴും മാർക്കിന്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ആ ഇമോട്ടൽ സ്ലേയിങ് സെഷന്റെ ബാലൻസ് പിന്നീട് മാർക്ക് കാണുന്നത് സ്കൈ ബ്ലഡ് റെയിൻബോയിലൂടെയാണ്. സ്കൈ ബ്ലഡ് റെയിൻബോ അല്ലാതെ ഒരാളിൽ കൂടി ഇമോട്ടൽ സ്ലേയിങ് സെഷന്റെ ബാലൻസ് ഉണ്ടെന്ന് മാർക്കിനോട് അവിടെ പൈറോയിൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ മാർക്കിന്റെ സുഹൃത്ത് പറഞ്ഞതാണ്. മാർക്കിന്റെ സുഹൃത്തുക്കളിൽ ഒരാളുടെ ബോഡിയിലെ ഓറ ഇമോട്ടൽ സ്ലേയിങ് സെഷനുമായി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ മാർക്കിനോട് അന്ന് പറഞ്ഞപ്പോൾ മാർക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ മൂന്നാമതൊരു സ്ഥലത്ത് വീണ്ടും ഇമോട്ടൽ സ്ലേയിങ് സെഷന്റെ വിവരം കിട്ടുകയാണ്. മാർക്കിന്റെ മനസ്സിൽ ആ ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു ശബ്ദം ഉറക്കെ കേൾക്കുക. ആകാശത്ത് നിന്നാണ്. ആരാ നിങ്ങളെ ഇതൊക്കെ ചെയ്യാൻ അനുവദിച്ചത്? ആ ചോദ്യം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലറുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു. മുകളിലെത്തിയിരിക്കുന്നത് ഗോ സിറ്റിയുടെ ആ സിറ്റി ലോഡാണ്. അയാള് തേര് പോലുള്ള ഒരു വാഹനത്തിലാണ് എത്തിയിരിക്കുന്നത്. ആ വാഹനത്തിനെ മുന്നോട്ട് നയിക്കാനായി ചെന്നായ്ക്കളെ പോലെ ഇരിക്കുന്ന രണ്ട് പക്ഷികളാണ് ഉള്ളത്. ശരിക്കും കണ്ടാൽ ചെന്നായ്ക്കളുടെ മുഖമാണെന്ന് തോന്നുമെങ്കിലും അവയ്ക്ക് ചിറകുകളുണ്ട്. മാർക്കിന്റെ മുഖത്ത് ആ വാഹനം കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം. മാർക്ക് ആ വാഹനത്തിൽ നിൽക്കുന്ന സിറ്റി ലോഡിലേക്ക് നോക്കുമ്പോൾ താഴെ ആ കറുത്ത ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആളുകൾ ഒരാൾ ഉറക്കെ പറഞ്ഞു,
ഏയ് സിറ്റി ലോഡ്, നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടരുത്. ഏയ് ഈ സിറ്റിയിൽ വന്നിട്ട് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടരുത്. അങ്ങനെ ചോദിച്ച സിറ്റി ലോഡ് അവരോട് പറഞ്ഞു, നിന്നെയൊക്കെ ഞാനത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ സിറ്റി ലോഡ് പറഞ്ഞതും താഴെ ആ കറുത്ത വസ്ത്രം ധരിച്ചിരുന്ന ആളുകൾ മുകളിലേക്ക് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന് ആ കാഴ്ച കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം. സിറ്റി ലോഡിനെ ആക്രമിക്കാൻ വന്ന ആളുകൾ നോർത്തേൺ ലാൻഡുകാരാണെന്ന് വ്യക്തമാണ്. ആ നോർത്തേൺ ലാൻഡുകാർ ഇതാ മുകളിലെത്തിയിരിക്കുന്നു. സിറ്റി ലോഡും നോർത്തേൺ ലാൻഡിലെ ആളുകളും മുഖാമുഖം. സിറ്റി ലോഡിന്റെ നേരെ എത്തിയ ആ കറുത്ത വസ്ത്രധാരികൾ സിറ്റി ലോഡിനോടായി പറഞ്ഞു, നീ ഞങ്ങളെ ചോദ്യം ചെയ്യുകയാണോ? അങ്ങനെ ചോദിച്ച ആ നോർത്തേൺ ലാൻഡിലെ ആ കറുത്ത വസ്ത്രധാരികൾ, ആ മുഖമൂടികൾ കൈ ഒന്ന് അനക്കിയതും ഒരു മഴ പോലെ സംഭവം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ കറുത്ത വസ്ത്രധാരികൾ സൃഷ്ടിച്ച ആ മഴ അതിവേഗതയിൽ സിറ്റി ലോഡിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി അങ്ങ് പാഞ്ഞതും സിറ്റി ലോഡിന്റെ കണ്ണുകൾക്ക് മുകളിൽ പുരികങ്ങൾക്ക് നടക്കുന്നതായി ഒരു പ്രകാശം മുന്നോട്ട് വന്നു. നെറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രകാശം ആ മഴയിൽ പതിച്ചതും ആ മഴ ഒന്ന് ചിതറി. സ്വാഭാവികമായിട്ടും ആ മഴ സൃഷ്ടിച്ച് മുന്നിൽ നിൽക്കുന്ന ആളും ഒന്ന് പുറകോട്ട് തെറിച്ചു. അയാള് ചിരിച്ചുകൊണ്ട് സിറ്റി ലോഡിനോട് പറഞ്ഞു, ഓഹോ നീ അപ്പോ ശക്തനാണല്ലേ. അങ്ങനെ അയാൾ പറഞ്ഞതും അയാളുടെ ഇരു കൈകളിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വന്നത് ഒരേ നിമിഷത്തിലാണ്. അതേ നിമിഷത്തിനെ ആ സിറ്റി ലോഡിന്റെ വാഹനത്തെ ആകാശത്ത് ബാക്കിയുള്ള ആളുകളും വളഞ്ഞു. പക്ഷെ അവർ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പത്തിൽ സിറ്റി ലോഡിനെ അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. ആ സിറ്റി ലോഡ് ശരിക്കും ശക്തനായ ഒരു യോദ്ധാവാണെന്ന് തെളിയിക്കുന്ന രംഗങ്ങളാണ് തുടർന്നുണ്ടായത്. സിറ്റി ലോഡിന്റെ അതിശക്തമായ അറ്റാക്ക് ആ നോർത്തേൺ ലാൻഡുകാരെ ഒന്ന് പിടിച്ചുലച്ചു. ഈ കാഴ്ച സ്വാഭാവികമായും താഴെ നിൽക്കുന്ന അനവധി ആളുകൾ കാണുകയാണ്. അവർക്കൊക്കെ ഭയങ്കര ആവേശം. സിറ്റി ലോഡ് ഇതാ നമുക്ക് വേണ്ടി പൊരുതുകയാണ്, സിറ്റി ലോഡ് കീ ജയ്, സിറ്റി ലോഡ് കീ ജയ്. അങ്ങനെ താഴെ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അവരിൽ പലരും സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന, കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ആകാശത്തേക്ക് ഉയരാൻ പറ്റും. അവരങ്ങനെ ഉയരാൻ പോയതും മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ അവിടെ നിൽക്ക്, നിങ്ങൾ വിചാരിച്ചാൽ ആ നോർത്തേൺ ലാൻഡുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മാർക്ക് അവരെ തടുത്തതും മുകളിൽ യുദ്ധം കൊടുപിരി കൊള്ളുകയാണ്. സിറ്റി ലോഡിന് ആദ്യം ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് പെട്ടെന്നാണ് അവസാനിച്ചത്. സിറ്റി ലോഡ് ശരിക്കും പിന്തള്ളപ്പെട്ടു തുടങ്ങി. ആ നോർത്തേൺ ലാൻഡുകളുടെ ആക്രമണത്തിന് ഇപ്പോ ഒരു പ്രത്യേക ശൈലിയുണ്ട്. അവര് അനവധി ആളുകൾ ഉണ്ടെങ്കിലും ആക്രമണം ഒരൊറ്റ പോയിന്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തിന്റെ ശക്തി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതിന്റെ ഫലമായി സിറ്റി ലോഡിന്റെ ദേഹം ഏതാണ്ട് കീറി മുറിഞ്ഞു. എന്നിട്ടും അയാൾ ഡിഫെൻഡ് ചെയ്യുകയാണ്. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ആ നോർത്തേൺ ലാൻഡുകാരെ ഗൂസ് സിറ്റി ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമയത്തും ആ നോർത്തേൺ ലാൻഡുകാരെ അയാൾ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനിടയിൽ ആ നോർത്തേൺ ലാൻഡുകാരുടെ ആക്രമണം അതിന്റെ പരമോന്നത വേഗതയിലെത്തി. ആ നോർത്തേൺ ലാൻഡുകാരുടെ കൈകൾ ഒന്ന് കൂടിച്ചേർന്നതും ശരിക്കും ഒരു വലിയ അരിവാളിൻ രൂപത്തിൽ ഒരു ആയുധം ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. പിടിയുമുണ്ട്, അരിവാളിന്റെ ബാക്കി ഭാഗവുമുണ്ട്. പക്ഷേ കംപ്ലീറ്റ് പ്രകാശത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആ വാള് അതിശക്തമായി സിറ്റി ലോഡ് നേരെ വീശുമ്പോൾ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിൽ ആ വാള് സിറ്റി ലോഡ് നേരെ പാഞ്ഞു വരികയാണ്. സിറ്റി ലോഡ് തന്റെ കഴിവിന്റെ പരമാവധി ആ വാളിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. അയാളുടെ കയ്യിലുള്ള എല്ലാ മാന്ത്രിക ആയുധങ്ങളും എടുത്ത് അയാൾ ആ വാളിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വാള് ആ പ്രതിരോധം എല്ലാം തകർത്ത് സിറ്റി ലോഡിന്റെ തൊട്ടു മുന്നിലെത്തി. പക്ഷെ ആ നിമിഷത്തിൽ ആ വാളിനും സിറ്റി ലോഡിനും തൊട്ടു മുന്നിലായി ഒരു സുവർണ പ്രകാശം എത്തി. മാർക്ക് ഫെല്ലർ താഴ്ന്ന് മുകളിലേക്ക് ജമ്പ് ചെയ്തതാണ്. മുകളിലെത്തിയ മാർക്ക് ഫെല്ലറുടെ സുവർണ പ്രകാശം ഉദിപ്പിക്കുന്ന ആ കൈ അതിശക്തമായി ആ അരിവാളിൽ ഒറ്റയിടി. ആ നിമിഷത്തിൽ ആ അരിവാൾ അങ്ങ് തകർന്നു. താൻ അവസാനിച്ചു എന്ന് സിറ്റി ലോഡ് മനസ്സിൽ കരുതിയ നിമിഷത്തിലാണ് അയാളെ മാർക്ക് ഫെല്ലർ രക്ഷപ്പെടുത്തിയത്. മാർക്കിനെ കണ്ട അയാൾ മാർക്ക് എന്ന് വിളിക്കുമ്പോഴേക്കും മാർക്ക് സിറ്റി ലോഡിനെ ഒന്ന് പുറകോട്ട് മാറ്റിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളെ നോക്കി. അവർക്കും മാർക്കിന് മനസ്സിലായി, മാർക്ക് ഫെല്ലർ നീ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? അത് കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഗൂസ് സിറ്റിയിൽ എന്താ കാര്യം? മാർക്ക് അത് നിന്നോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായിട്ട് എന്തെങ്കിലും കണക്ക് തീർക്കാനുണ്ടെങ്കിൽ ആ കണക്ക് തീർക്കേണ്ടത് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലാണ്, അല്ലാതെ ഇവിടെ ഈ ഗൂസ് സിറ്റിയിലല്ല. അത് കേട്ടതും ആ നോർത്തേൺ ലാൻഡുകാരന്റെ ലീഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ നീ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇടപെടുന്നത്, അത് നിനക്ക് ദോഷം ചെയ്യും. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ നിങ്ങൾക്കെതിരെ സേനയെ അയച്ചതുകൊണ്ട് ഹെവൻലി ക്ലൗഡ് സെക്ഷനെ കൊണ്ട് സേനയെ പിൻവലിപ്പിക്കാനല്ലേ നിങ്ങൾ ഈ അടവെടുക്കുന്നത്? ഗൂസ് സിറ്റി പോലുള്ള സിറ്റികളിൽ നിങ്ങൾ നിങ്ങളുടെ ആളുകൾ ഇറക്കി ശല്യം ചെയ്താൽ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ ഭയപ്പെട്ട് നോർത്തിൽ അവർ അയച്ചിരിക്കുന്ന സേനയെ പിൻവലിക്കും. അതല്ലേ നിങ്ങളുടെ ആവശ്യം? അവരുടെ ഉദ്ദേശം മാർക്ക് ഫെല്ലർ തിരിച്ചറിഞ്ഞുവെന്ന്
അത് കേട്ടതും ആ നോർത്തേൺ ലാൻഡിൽ നിന്ന് വന്ന ആളുകൾക്ക് മനസ്സിലായി. അവര് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇനി ജീവിച്ചിരുന്നത് ശരിയാകില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കൈയൊന്ന് അനക്കിയതും ഒരു കറുത്ത പുക അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ നോർത്തേൺ ലാൻഡിൽ നിന്ന് വന്ന മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും ഒരു കറുത്ത പുക പുറത്തേക്ക് വരികയാണ്. ആ കറുത്ത പുക പുറത്തേക്ക് വരുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ശബ്ദം കേട്ടു. ഇത് ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ ആ ടെക്നിക്കാണ്. ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ പ്രഖ്യാപിതമായ ഒരു ടെക്നിക്കാണ് അവിടെ ആ നോർത്തേൺ ലാൻഡിൽ നിന്ന് ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് മാർക്കിനോട് പറഞ്ഞത് സാക്ഷാൽ ടോറസ് ആണ്, സ്കൈ ബ്ലഡ് റെയിൻബോ. അത് കേട്ടതും മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ച് കൈ ഉയർത്തൊരൊറ്റ ഇടി. മുന്നോട്ട് കുതിക്കുന്നിടയിൽ മാർക്ക് ഫെല്ലറുടെ കയ്യിലേക്ക് വൻതോതിൽ ആ ഗോൾഡൻ പ്രകാശം കേന്ദ്രീകരിക്കുകയാണ്. മാർക്കിന്റെ അതിശക്തമായ ആ ഇടി ആ കറുത്ത പുകയിൽ പതിച്ചതും അത് മുഴുവൻ അങ്ങ് ചിതറി. മാർക്ക് ഫെല്ലറും ആ നോർത്തേൺ ടീമും തമ്മിൽ ഏകദേശം ഒരു 10 മിനിറ്റിന്റെ ഏറ്റുമുട്ടൽ അവിടെ തുടർന്നുണ്ടായി. ആ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് ചില കാഴ്ചയിൽ കാണാം. ഓരോ ബോഡികളായി താഴേക്ക് വീഴുന്ന കാഴ്ച. നോർത്തേൺ ലാൻഡുകാരൻ താഴെ തെറിച്ചു വീഴുമ്പോൾ അവന്റെ ബോഡി ചിതറുകയാണ്. മാർക്ക് അവന്റെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ഭാഗം ഇടിച്ച് തെറിപ്പിച്ച് കഴിയുമ്പോഴാണ് അവൻ താഴേക്ക് വീഴുക. തെറിപ്പിക്കപ്പെടുന്ന ഭാഗം ചിലപ്പോൾ തലയാകാം, ചിലപ്പോൾ നെഞ്ചാകാം. മാർക്ക് ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും കാണിക്കാതെ ആ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി. ആ എൻ്റെ ടീമും അവസാനിച്ചതും മാർക്ക് സിറ്റി ലോർഡിനോട് പറഞ്ഞു, നിങ്ങൾ ഉടൻ തന്നെ സിറ്റിക്ക് പുറത്തുള്ള ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യണം. അത് കേട്ടതും സിറ്റി ലോർഡ് മാർക്കിനോട് പറഞ്ഞു, താങ്ക് യു മാർക്ക്, ഞാൻ ഇപ്പൊ തന്നെ അത് ചെയ്യാം. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, യുമാർ വീണ്ടും വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കരുതിയിരിക്കുക. സിറ്റി ലോർഡിനോട് യാത്ര പറഞ്ഞതിന് ശേഷം മാർക്ക് ഫെല്ലർ അവിടുന്ന് ആ സിസ്റ്റർ ലിൻ കൊടുത്ത മാപ്പ് പറയുന്ന സ്ഥലം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഗോ സിറ്റിയിൽ നിന്ന് മാർക്ക് ഫെല്ലർ ആ മാപ്പിൽ പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ആരംഭിച്ച അതേ സമയത്ത് യോങ്ജിയുടെ മുന്നിൽ ആ നോർത്തേൺ ലാൻഡിൽ നിന്ന് വന്ന ആള് ഇരിക്കുകയാണ്. അയാള് യോങ്ജിയോട് പറഞ്ഞു, യോങ്ജി, ഇതാണ് പറ്റിയ സമയം. എന്തിന്? നിങ്ങൾക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനെ തറ പറ്റിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതിനുവേണ്ടിയല്ലേ നിങ്ങളും നിങ്ങളുടെ വളർത്തുമക്കളും കാത്തിരിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ഞാൻ ആക്രമിച്ചാൽ ഞാൻ വിജയിക്കുമെന്ന് എന്താണ് ഉറപ്പ്? യോങ്ജി, ഇപ്പോ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ആരുമില്ല. അവിടെ വളരെ കുറച്ച് ആളുകളെ കാണത്തുള്ളൂ. മുഴുവൻ ആളുകളെയും ഞങ്ങൾ നേരിടാൻ വേണ്ടി ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അയച്ചിരിക്കുകയാണ്. ഈ സദേൺ റീജിയനിലെ വിവിധ പട്ടണങ്ങളിലായി ആ സേന ചിതറിക്കിടക്കുകയാണ്. പിന്നെ കുറെ സേന ഉള്ളത് നോർത്തേൺ ലാൻഡിന്റെ ആ അതിർത്തിയിലാണ്. ആ 18 ഗോഡ്സും അവിടെ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനെ കീഴ്പ്പെടുത്താൻ പറ്റിയാൽ നിങ്ങൾക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ സ്വന്തമാകും. പിന്നെ ആ സെക്ഷൻ മാസ്റ്റർ ഇപ്പോഴും സെക്രൂഷ്യലാണ്. സെക്ഷൻ മാസ്റ്റർ സെക്രൂഷ്യൽ ഒരു ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുകയായിരിക്കും. ആ ബ്രേക്ക് ത്രൂ എത്താതെ അദ്ദേഹം പുറത്തു വരത്തില്ല. കൾട്ടിവേഷൻ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരാള് കണ്ടിന്യൂസ് ആയി സെക്ലൂഷനിലേക്ക് കയറുമ്പോൾ ആ കാര്യം ഉറപ്പാക്കാം. ആ ആള് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമം നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചാലും അയാൾ പുറത്തു വരത്തില്ല. അതറിയാവുന്ന യോങ്ജി ആ നോർത്തേൺ ലാൻഡുകാരൻ പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചു. യോങ്ജി ആ നോർത്തേൺ ലാൻഡുകാരനോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ലെങ്കിലോ? യോങ്ജി, അവിടെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞത്. നിങ്ങൾ സഹായിക്കാന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹൂന മൗണ്ടൻ ആക്രമിച്ചപ്പോൾ നിങ്ങളുടെ സഹായം ഞാൻ കണ്ടു. യോങ്ജി, ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം നിങ്ങളെ സഹായിക്കാൻ വരുന്ന സേനയുടെ തലപ്പത്ത് സാക്ഷാൽ ലോർഡ് സീമാബയ്യ ഉണ്ടാവുക. സീമാബായോ? അതെ, അദ്ദേഹം നോർത്തേൺ ലാൻഡിലെ ഏറ്റവും ശക്തരിൽ രണ്ടാമനാണ്. ഞങ്ങൾ നോർത്തേൺ ലാൻഡിന്റെ കിങ് കഴിഞ്ഞാൽ അടുത്തത് ലോർഡ് സീമാബായിയാണ്. സീമാബായിയുടെ ശക്തിക്ക് മുന്നിൽ സാക്ഷാൽ സെക്ഷൻ മാസ്റ്റർ പോലും പിടിച്ചിരിക്കില്ല. ആ നോർത്തേൺ ലാൻഡുകാരൻ അങ്ങനെ തീർത്ത് പറഞ്ഞതും യോങ്ജിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായി. യോങ്ജി അയാളോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആക്രമിക്കും. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആക്രമിക്കുമെന്ന് യോങ്ജി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പിറ്റേന്ന് നേരം പുലർന്നതും ഒരു വൻ സേനയുമായി യോങ്ജി ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുന്നിലെത്തി. യോങ്ജിയും അയാളുടെ വളർത്തുമക്കളും ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പല സ്ഥലത്തും അറിയുന്നുണ്ട്. സകലർക്കും വല്ലാത്തൊരു കൗതുകം. ഈ സദേൺ മേഖലയിൽ അതിശക്തരായ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ചിലരൊക്കെ വൻ വംശങ്ങളാണ്. ആ ആളുകളൊന്നും സാധാരണ ഒരു വിഷയത്തിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവരാണ്. യോങ്ജി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആക്രമിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞതും അവരിൽ പലരും ഹെവൻലി ക്ലൗഡ് സെക്ഷന് സമീപമെത്തി. അവിടെ എത്തി അവർ അങ്ങനെ കാത്തു നിൽക്കുകയാണ്, എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ വീഴുകയാണെങ്കിൽ അവര് യോങ്ജിക്കൊപ്പം കൂടും. യോങ്ജി വീഴുകയാണെങ്കിൽ അവര് ഹെവൻലി ക്ലൗഡ് സെക്ഷനൊപ്പം കൂടും. തീരുമാനം അവരെടുക്കുന്നത് ആ കാഴ്ച കണ്ടതിന് ശേഷമാകും.
പല മേഖലയിൽ നിന്നായിട്ട് അനവധി ശക്തരാണ് ഇപ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷന് സമീപം എത്തിയിരിക്കുന്നത്. യോങ്ജിൻ ടീമും അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവരെല്ലാം എത്തിയിട്ടുണ്ട്. ആരുടെ ശ്രദ്ധയപ്പെടാതെ അവർ പല ഭാഗത്തും മറന്നു വയ്ക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് യോങ്ജിൻ ടീമും ഒരു സേനയുമായി എത്തുന്ന വിവരം അറിഞ്ഞ് ആ കാഴ്ച കാണാനായി സാധാരണ ആളുകൾ എത്തിയിട്ടുണ്ട്. അധിക സമയം കഴിയുമ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുന്നിൽ സാക്ഷാൽ യോങ്ജിൻ ടീമും എത്തി. അവര് ആകാശത്തുനിന്ന് അവരുടെ വാഹനങ്ങളിൽ താഴെ ലാൻഡ് ചെയ്യുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. അതിശക്തരായ 100 വളർത്തുമക്കളാണ് യോങ്ജിയുടെ ശക്തി എന്ന് പറയുന്നത്. ആ വളർത്തുമക്കൾക്ക് പുറമെ വേറെയും ആളുകൾ അയാളുടെ കൂടെയുണ്ട്. ഒരു വൻ ടീമുമായിട്ടാണ് യോങ്ജി എത്തിയിരിക്കുന്നത്. അവിടെ എത്തി യോങ്ജി ഉറക്കെ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ വെല്ലുവിളിച്ചു. ഞാൻ യോങ്ജി നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അടുത്ത 30 മിനിറ്റിനകം ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലത്തില്ല. 30 മിനിറ്റ് കഴിഞ്ഞും അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുഴുവൻ ഞാൻ വധിക്കും. സ്പിരിച്വൽ എനർജിയുടെ സഹായത്താൽ യോങ്ജി പറഞ്ഞ ശബ്ദം വൻതോതിൽ പ്രതിധ്വനിക്കുകയാണ്. അയാൾ വളരെ പതുക്കെയാണ് പറയുന്നെങ്കിലും ആ ശബ്ദം സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ഒന്ന് വലുതാക്കുന്നതുകൊണ്ട് ആ ശബ്ദം ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ അകത്ത് മാത്രമല്ല പുറത്തുമൊക്കെ കേൾക്കുകയാണ്. 2 കിലോമീറ്ററിന് ഇപ്പുറത്തുള്ള ആ ഫീനിക്സ് റെസ്റ്റോറന്റ് ഇരിക്കുന്ന ടൗണിൽ വരെ അത് കേൾക്കാം. ശരിക്കും ആ ടൗണിലുള്ള ആളുകളൊക്കെ ആകെ ഞെട്ടിയിരിക്കുകയാണ്. യോങ്ജിയും ടീമും അങ്ങോട്ടേക്ക് ആകാശത്തോടെ പറന്നുപോയത് അവർ പലരും കണ്ടിരുന്നു. ഇപ്പൊ ഇതാ അവിടെ യോങ്ജി ടീമും എത്തിയതിന്റെ അർത്ഥവും അവർക്ക് മനസ്സിലാവുകയാണ്. ഈ ശബ്ദം സ്വാഭാവികമായിട്ടും ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്ത് കേട്ടു. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ മുന്നിൽ നിൽക്കുകയാണ് അവിടെയുള്ള എൽഡേഴ്സ് ആകെ അമ്പരം നിൽക്കുകയാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുമെന്നോ? നമ്മൾ യോങ്ജിയെ എതിരിടും? അല്ല, നമ്മൾ വിചാരിച്ചാൽ എന്താ ഹെവൻലി ക്ലൗഡ് സെക്ഷന് യോങ്ജിയെ എതിരിടാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ ചോദ്യം ചോദിച്ചതും പിന്നീട് അവർക്ക് കൺഫ്യൂഷൻ ഇല്ല. അടുത്ത നിമിഷത്തിൽ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു ടീം ആ ഗേറ്റിന് പുറത്തെത്തി. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ടീമും ആ ഗേറ്റിന് പുറത്തെത്തിയതും യോങ്ജി ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങാൻ വന്നതാണോ എതിരിടാൻ വന്നതാണോ? യോങ്ജി, നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ആരോടാണ് എന്ന് മറന്നുപോകുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, യോങ്ജിയെ ഞാൻ നേരിടാം, ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ നേരിടുക. അടുത്ത നിമിഷത്തിൽ ആ യുദ്ധം അവിടെ ആരംഭിച്ചു. എത്രയോ നാളുകൾക്ക് ശേഷം ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ വിശാലമായ ഗേറ്റിന് മുന്നിൽ അതിശക്തമായ ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. യോങ്ജി അതിശക്തനാണ്, പക്ഷേ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ വളരെ കരുതലൂടെയാണ് എത്തിയിരിക്കുന്നത്. അയാളുടെ ബോഡിയിൽ പ്രൊട്ടക്ഷൻ കവചങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ യോങ്ജിക്ക് വിചാരിച്ച ശൈലിയിൽ ആ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ അങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റിയില്ല. എന്നാലും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെയും ടീമിനെയും മതിൽക്കെട്ടിനകത്തേക്ക് തിരിച്ചു കയറ്റാൻ യോങ്ജിക്കും ടീമിനും പറ്റി. പക്ഷെ ആ മതില് തകർക്കാൻ പറ്റുന്നില്ല. മതിലിന്റെ സുരക്ഷിതത്വത്തിനുള്ളിലേക്ക് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ടീമും പിൻവാങ്ങി കഴിഞ്ഞപ്പോൾ യോങ്ജിക്കും അയാളുടെ ആ വളർത്തു മക്കൾക്കും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാർക്ക് യോങ്ജി ടീമും യുദ്ധം തുടങ്ങിയ കാര്യം അറിഞ്ഞിട്ടേയില്ല. 2 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ അവസാനം വിജനമായ ഒരു സ്ഥലത്ത് ഒരു മരുഭൂമിയിലാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും മണല് മാത്രം. മാർക്ക് ആ ബ്ലാക്ക് ഈഗിളിന്റെ പുറത്തു നിന്ന് ആ മരുഭൂമിയിൽ ലാൻഡ് ചെയ്തു. ആ മരുഭൂമിയിൽ അനവധി മൺകൂനകൾ കാണാൻ പറ്റുന്നുണ്ട്. നല്ല പൊക്കമുള്ള മലകളുമൊക്കെ അവിടെയുണ്ട്. മാപ്പിൽ കാണിക്കുന്ന കോർഡിനേറ്റേഴ്സ് ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം മാർക്ക് ആ ബ്ലാക്ക് ഈഗിളിനെ തന്റെ നിലവറിലേക്ക് മാറ്റിയതിനു ശേഷം പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. ഒരേ പൊക്കമുള്ള 7 മണൽ മലകൾ ഉള്ള ഒരു സ്ഥലമാണ് ആ മാപ്പിൽ മാർക്കിന് എത്തേണ്ട സ്ഥലം. ആ മലകൾ കണ്ടതുകൊണ്ടാണ് മാർക്ക് അവിടെ ഇറങ്ങിയിരിക്കുന്നത്. മാർക്ക് ആ മലകൾക്ക് നേരെ നടന്നു തുടങ്ങി. ആ മലകൾക്ക് നേരെ നടക്കുമ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. ആ മലകൾ ഒരു കോട്ട പോലെയാണ്. ശരിക്കും ആ മരുഭൂമിയിലെ മണൽക്കാറ്റിനെ പ്രതിരോധിക്കത്തക്ക ശൈലിയിൽ ഉള്ള മലകളാണ് അവിടെ കാണുന്നത്. ആ മലകളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് മാർക്ക് അങ്ങോട്ട് നടക്കുന്നത്. ആ മലകളുടെ അടുത്തേക്ക് നടക്കുന്ന മാർക്കിന് ആ മലകളുടെ അടുത്ത് നടന്നെത്തിയപ്പോൾ ഒരു കാര്യം ഉറപ്പായി. ആ മലകൾ ആ മരുഭൂമിയിലെ കാറ്റിൽ നിന്ന് ആ മലകളുടെ ഉൾഭാഗം സംരക്ഷിച്ചിരിക്കുകയാണ്. ആ 7 മലകളും ചേർന്ന് ഏതാണ്ടൊരു വൃത്തം ഉണ്ടായിരിക്കുകയാണ്. ആ വൃത്തം വളരെ വിശാലമാണ്. മാർക്ക് കൗതുകത്തോടെ ആ മലകൾക്ക് അകത്തേക്ക് കടന്നു. 2 മലകൾക്ക് ഇടയിൽ കൂടി നടന്നു പോകാനുള്ള ഒരു പാതയുണ്ട്. ആ പാതയിലൂടെ നടന്ന് അകത്തേക്ക് വരുമ്പോൾ മാർക്ക് കാണുന്നത് അതിവിശാലമായ ഒരു പ്രദേശമാണ്.
പക്ഷെ ആ വിശാലമായ പ്രദേശത്തിന് എന്തോ ഒരു പ്രത്യേകത മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ ഉണ്ട്, അത് ഉറപ്പാണ്. ആ സ്ഥലത്ത് ഡാർക്ക് എനർജിയുടെ സാന്നിധ്യവും മാർക്കിന് ഫീൽ ചെയ്യാൻ മാർക്ക് പതുക്കെ പതുക്കെ മുന്നോട്ട് നടന്നു. അതിവിശാലമായ ഒരു പ്രദേശത്തേക്കാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. മണൽ മാത്രമേ ഉള്ളൂ. മണൽ മാത്രമേ അവിടെ ഉള്ളെങ്കിലും ആ മണലിന് ആ മലകൾക്ക് പുറത്തുള്ള മണലുമായി ഒരു വ്യത്യാസമുണ്ട്. മലകൾക്ക് പുറത്തുള്ള മണലിന്റെ ഭാഗത്ത് നമുക്ക് സ്പിരിച്വൽ എനർജിയുടെ ചെറിയ സാന്നിധ്യം ഫീൽ ചെയ്യുമെങ്കിലും അകത്തേക്ക് വരുമ്പോൾ ബ്ലാക്ക് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്, ഡാർക്ക് എനർജി. മണലിന് പോലും ഒരു നിറവ്യത്യാസമുണ്ട്. പുറത്ത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ശൈലിയിലുള്ള വെളുപ്പും മഞ്ഞയും കലർന്ന മണലാണ് ഉള്ളതെങ്കിൽ അകത്ത് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള മണലാണ്. ആ മലകൾ ആ രണ്ട് മണലിനെയും വേർതിരിക്കുകയാണെന്ന് പറയാം. മാർക്ക് കൗതുകത്തോടെ മുന്നോട്ട് നടക്കുകയാണ്. ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം മുന്നോട്ട് നടക്കുന്നതോറും കൂടിക്കൂടി വരികയാണ്. അങ്ങനെ നടന്ന് മാർക്ക് മുന്നോട്ട് വരുമ്പോഴാണ് വളരെ വളരെ രസകരമായ ഒരു കാഴ്ച മാർക്ക് കാണുന്നത്. അവിടെ ഒരു അനക്കം. മാർക്ക് കൗതുകത്തോടെ ആ അനങ്ങുന്ന സാധനത്തിൽ നോക്കുമ്പോൾ മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഒരു മനുഷ്യൻ കുനിഞ്ഞു നിൽക്കുന്നതാണ് മാർക്ക് കാണുന്നത്. അയാള് മുട്ടുകുത്തി അവിടെ തറയിൽ എന്തോ കുഴിക്കുകയാണ്. മാർക്ക് ശബ്ദമുണ്ടാക്കാതെ നടന്ന് ആ മനുഷ്യന്റെ പുറകിലെത്തി. അയാളുടെ കയ്യിലുള്ള സാധനം ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ കുഴിക്കുകയാണ്. ആ ഭാഗത്തെത്തിയപ്പോൾ മാർക്കിന് ഒരു കാര്യം കൂടി മനസ്സിലായി. അവിടെ ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം ലേശം കൂടുതലാണ്. മാർക്ക് കൗതുകത്തോടെ ആ മനുഷ്യനെ നോക്കിയിട്ട് ഉറക്കെ ചോദിച്ചു, ഏയ് നിങ്ങൾ എന്താ നോക്കുന്നത്? മാർക്കിന്റെ ശബ്ദം കേട്ടതും ശരിക്കും ആ മനുഷ്യൻ ഞെട്ടി ഉറച്ചു പോവുകയാണ്. അയാൾ അറിയാതെ ചാടി തെറിച്ചു പോവുകയാണ്. അയാള് തറയിൽ കമന്ന് വീണു എന്ന് പറയാം. കമന്ന് വീണ അയാൾ പുറകോട്ടൊന്ന് എഴഞ്ഞു പോവുകയാണ്. ആ ഇഴയുന്ന ആളെ കണ്ടതും മാർക്ക് ഉറക്കെ വിളിച്ചു പോവുകയാണ്, ഏയ് മീശ നിങ്ങള്! മാർക്ക് അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയ ഒരു നിമിഷമാണ്. ഭൂമിയിൽ ആ സെക്കൻഡ് മെസ്സിക്ക് വേണ്ടി വെച്ചാണ് ശരിക്കും മീശ മിസ്സാവുന്നത്. അതിനുശേഷം മീശയെ മാർക്ക് ഇപ്പോഴാണ് കാണുന്നത്. മാർക്കിനെ കണ്ടതും മീശ മാർക്കിനോട് ചോദിച്ചു, ഏയ് ആരാ നീ? ഏയ് മീശ, അടവ് എന്നോട് എടുക്കണ്ട, നിങ്ങൾ എന്തിനാ എന്നെ ഒളിച്ചു നടക്കുന്നത്? മാർക്ക് അത് ചോദിച്ചതും മീശ ഒരു പരുവത്തിൽ തറന്ന് എണീറ്റു. ഏയ് മാർക്ക്, നീ എന്നെന്തിനാ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഏയ് മീശ ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ എന്തിനാ എന്നെ ഒളിച്ചു നടക്കുന്നത്? മാർക്ക്, ഞാൻ നിന്നെ ഒളിച്ചു നടന്നൊന്നുമില്ല. എനിക്ക് വേറെ ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് പോയതാണ്. ഏയ് മീശ, അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഏയ് മാർക്ക്, ഇവിടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങനെ കൈ എക്സസൈസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആക്കുന്നതാണ്. ഏയ് മീശ, നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കും. അത് മാത്രമല്ല, എനിക്കറിയാം ആ സെൻട്രൽ പ്ലെയിനിലെ ആളുകൾ നിങ്ങളെ നോട്ടമിട്ടിരിക്കുന്ന കാര്യം. അത് കേട്ടപ്പോ മീശ ഒന്ന് പരിങ്ങി. ഏയ് മാർക്ക്, നിന്നോട് ആരാങ്ങനെ പറഞ്ഞത്? ഏയ് മീശ, എനിക്കിവിടെ ഒരുപാട് ആളുകളെ അറിയാം, അത് നിനക്കും അറിയാലോ. അത് കേട്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, അവന്മാർ എന്നെ നോട്ടം ഇട്ടെങ്കിലും അവന്മാർക്ക് എന്നെ പിടിക്കാനൊന്നും പറ്റത്തില്ല. മീശ അത് പറയുമ്പോ മാർക്ക് ആ ബ്രദർ ബ്രൗൺ മീശയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ആ നിമിഷത്തിൽ ആലോചിച്ചത്. സെൻട്രൽ പ്ലെയിനിലെ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും പഠിച്ച പണി 18 നോക്കിയിട്ടും മീശയെ പിടികൂടാൻ പറ്റിയിട്ടില്ല. ആ 9 കുടുംബങ്ങളുടെയും കയ്യിൽ നിന്ന് മീശ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മീശ ഒരു ചെറിയ സംഭവമേ അല്ല. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനേ ഇവിടെ ഒരു സാധനം കിട്ടുമെന്ന് നോക്കുകയാണ്. മീശ നോക്ക്, ഇവിടുന്ന് എന്ത് കിട്ടിയാലും അതെനിക്ക് വേണ്ട. അത് കേട്ടപ്പോൾ മീശയ്ക്കൊരു സന്തോഷം. മീശ, ഞാൻ വന്നത് ഡാർക്ക് എനർജി ഇവിടെ ഉണ്ടോയെന്ന് അറിയാനാണ്. മാർക്ക് ആ കാര്യം പറഞ്ഞതും മീശ മാർക്കിനോട് പറഞ്ഞു, അത്രേ ഉള്ളോ? അതിവിടെ ഉണ്ട്. മാർക്ക്, നീ വാക്ക് മാറരുത്, ഇവിടുന്ന് കിട്ടുന്നത് നിനക്ക് വേണ്ടെന്ന് നീ പറഞ്ഞു. മീശ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടത് ഡാർക്ക് എനർജിയാണ്. മാർക്കിന് ഡാർക്ക് എനർജി ആവശ്യമുള്ള കാര്യം മീശയ്ക്ക് അറിയാം. മാർക്കിന്റെ ബോഡിയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണല്ലോ മീശ. ആ കാര്യം അറിയാവുന്ന മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മീശ വീണ്ടും ആ മണ്ണിലേക്ക് കുനിഞ്ഞ് പതുക്കെ കുഴിച്ചു തുടങ്ങി. അയാൾ ശരിക്കും ഒരു എക്സ്പെർട്ടാണ്. ആ കാര്യം മാർക്കിന് അറിയാം. മാർക്ക് മീശയെ ശല്യപ്പെടുത്താതെ അല്പം മാറി ഒരു സ്ഥലത്തോട്ടിരുന്നു. അവിടെ ഇരിക്കുന്ന മാർക്കിനെ മീശയെ കാണാം. മാർക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മീശ അങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മീശ ആ ഭാഗത്ത് അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ യോങ്ജിയും യോങ്ജിയുടെ മക്കളും ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരും. ആ പുറത്തു വരുന്ന സമയത്ത് യോങ്ജിൻ ടീമുമായിട്ട് ഏറ്റുമുട്ടും. യോങ്ജയ്ക്കും ടീമിനും ആ മതില് അങ്ങോട്ട് തകർക്കാൻ പറ്റുന്നില്ല. ആ മതിലിൽ ശരിക്കും ഒരു ഫോർമേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മുഴുവൻ കവർ ചെയ്യുന്ന ആ ഫോർമേഷൻ സെക്ഷൻ മാസ്റ്ററുടെ സൃഷ്ടിയാണ്. അത് തകർക്കാൻ യോങ്ജിക്ക് പറ്റുന്നില്ല. യോങ്ജി അവിടെ എത്തിയിട്ട് ഇപ്പൊ 2 ദിവസമായി.
2 ദിവസമായിട്ടും ഒരു മാറ്റവും യോങ്ജിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ അതേ സമയത്ത് യോങ്ജിയുടെ ഭാഗത്തുനിന്ന് അനവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഭാഗത്തുനിന്നും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുദ്ധം അതിൻ്റെതായ ശൈലി നിറയ്ക്കുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുകളിലേക്ക് പറന്നു കയറുന്ന യോങ്ജിൻ ടീമും മുകളിൽ നിന്ന് താഴോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ താഴേക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഏതാണ്ട് കവർ ചെയ്ത് ഒരു ഫോർമേഷൻ അവിടെ അദൃശ്യമായ ശൈലിയിൽ ഉണ്ട്. ആ കവറിനെ പൊട്ടിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ആ ഭാഗത്ത് കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ മീശ ഒരു വലിയ കുഴി കുഴിച്ചു കഴിഞ്ഞു. ആ കുഴി കുഴിച്ച മീശ പതുക്കെ പതുക്കെ ആ കുഴിക്കകത്തേക്ക് ഇറങ്ങുകയാണ്. മാർക്ക് കൗതുകത്തോടെ ആ കുഴിയിലേക്ക് ഇറങ്ങുന്ന മീശ തന്നെ നോക്കിയിരിക്കുമ്പോൾ മീശ കുഴിച്ചു 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 കുഴിച്ചൊക്കെ പോവുകയാണ്. കുഴിക്കുന്ന മണ്ണ് അയാൾ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു എലി കുഴിച്ചു കുഴിച്ച് പോകുന്ന പോലെ ആ മണലിലൂടെ മീശ കുഴിച്ചു കുഴിച്ച് താഴോട്ടെത്തി. അവിടെ യഥാർത്ഥത്തിൽ ഒരു വാതിൽ എന്തോ ഉണ്ട്. ആ വാതിലുള്ള ഭാഗം മീശ എങ്ങനെയോ ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. ആ വാതിലുള്ള ഭാഗത്തേക്ക് എത്താൻ മീശയ്ക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. വാതിലെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം അയാൾ മാർക്കിനോട് വിളിച്ചു പറഞ്ഞു. മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള വാതിലൊന്നുമല്ല അവിടെ ഉള്ളത്. ആ വാതില് അധികം സമയം കഴിയുമ്പോൾ മീശ തകർക്കുകയും ചെയ്തു. മീശ വാതില് ഇളക്കിയെടുത്തു എന്ന് പറയാം. വാതില് മീശ ഇളക്കിയെടുത്തതും ഒരു വൻ ശബ്ദം അവിടെ കേട്ടു. അടുത്ത പക്ഷത്തിൽ മാർക്ക് കാണുന്നത് മീശ തെറിച്ച് മുകളിൽ മാർക്കിന്റെ അടുത്ത് വന്ന് വീഴുന്നതാണ്. ആ സമയത്ത് താഴെ നിന്ന് വൻതോതിൽ ഡാർക്ക് എനർജി ആ വാതിൽ വഴി മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വന്നു. ശരിക്കും ഒരു വൻ പമ്പ് വെള്ളം പുറത്തേക്ക് തള്ളും പോലെ പുറത്തേക്ക് തള്ളിയതാണ്. ആ തള്ളലിലാണ് മീശ തെറിച്ച് വീണത്. മീശ ശരിക്കും കിതയ്ക്കുന്നുണ്ട്. മാർക്ക് മീശയോട് ചോദിച്ചു, എന്താ എന്താ? മാർക്ക്, അകത്ത് ഡാർക്ക് എനർജി ഉണ്ട്. അത് ശരിക്കും വാതിലിനടുത്ത് തങ്ങി നിൽക്കുകയായിരുന്നു. അതാണ് എന്നെ തള്ളിയത്. പക്ഷെ അതൊന്നും കാണിച്ച് എന്നെ വിരട്ടാനൊന്നും പറ്റില്ല. അത് കേട്ടത് മാർക്ക് മീശയോട് ചോദിച്ചു, അല്ല മീശ, സത്യത്തിൽ ഇവിടെ എന്താ ഉള്ളത്? ഹേ മാർക്ക്, നീ അതൊന്നും അറിയാതെയാണ് ഇവിടെ വന്നത്. ഇടാ, ഇത് ഒരു ശവകുടീരമാണ്. ശവകുടീരവും? അതെ, പണ്ടെങ്കോ ജീവിച്ചിരുന്ന അതിശക്തനായ ഒരാളുടെ ശവകുടീരമാണ് അകത്തുള്ളത്. അതുകൊണ്ടല്ലേ ഈ ഡാർക്ക് എനർജി അവിടെ ഉള്ളത്. ആ ശവകുടീരത്തിന് മുന്നിൽ എന്തെങ്കിലുമൊക്കെ കാണും. ശവകുടീരം തോണ്ടലാണല്ലോ എൻ്റെ പണി. സകല കല്ലറകളും തോണ്ടി ആ ബോഡിക്കൊപ്പമുള്ള അതിവിശിഷ്ടങ്ങളായ സാധനങ്ങൾ മോഷ്ടിക്കുക എന്നത് ഒരു വിനോദമാക്കി, ഒരു ജോലിയാക്കി എടുത്തിരിക്കുന്ന കഥാപാത്രമാണ് മീശ. മീശ അത് പറയുമ്പോൾ മാർക്കിന് അത് മനസ്സിലാവുന്നുണ്ട്. മാർക്ക് ഫെല്ലറും മീശയും കുറെ നേരം അവിടെ ആ പുറത്തേക്ക് വരുന്ന ആ ഡാർക്ക് എനർജി അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിശക്തമായ ഡാർക്ക് എനർജി ആ വാതിൽ വഴിക്കുന്ന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ശക്തി ഒന്ന് കുറഞ്ഞു. അത് കണ്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഒന്നുകൂടി ഒന്ന് ഇറങ്ങുകയാണ്. പതുക്കെ പതുക്കെ മീശ വീണ്ടും ആ വാതിലിന്റെ അടുത്തെത്തി. ആ വാതിലിലേക്ക് എത്തുന്ന ഭാഗത്തേക്കുള്ള മണൽ മുഴുവൻ മാറ്റിയിട്ടിരിക്കുകയാണ്. അയാള് ആ വാതിലിനടുത്തെത്തി പതുക്കെ ആ വാതിൽ വഴി അകത്തേക്ക് കടന്നു. മാർക്ക് ഫെല്ലർ ഇപ്പോഴും കരയിൽ തന്നെ ഇരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും പുറത്തേക്ക് ഒരു സാധനം പൊങ്ങി വരുന്നത് മാർക്ക് കണ്ടു. താഴെ നിന്ന് മീശയുടെ ശബ്ദവും കേട്ടു. മാർക്ക്, അത് പിടിച്ചോ. അത് കേട്ടതും മാർക്ക് ആ സാധനം പിടിച്ചു. ഒരു വലിയ പെട്ടിയാണ് മുകളിലേക്ക് വന്നത്. തൊട്ടു പുറകെ ആ താഴെ നിന്ന് മീശ കയറി വന്നു. മാർക്ക് ആ പെട്ടി മീശയുടെ മുന്നിലേക്ക് വെച്ചു. ആ പെട്ടി കയ്യിൽ ഏറ്റുവാങ്ങിയ മീശ ആ പെട്ടി പതുക്കെ തുറന്നു. ആ പെട്ടിക്കകത്ത് ഏതൊക്കെ എഴുതിയ പേപ്പറുകൾ പോലുള്ള സാധനങ്ങളും കഠാരകളും മാലകളും ചില ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. ആ സംഭവം കണ്ടതും മീശയുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി. മീശ ആ പെട്ടിയും കളച്ചു. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് ആവശ്യമുള്ളത് കിട്ടി, നിനക്ക് ആവശ്യമുള്ളത് താഴെയുണ്ട്, നീ അങ്ങോട്ട് ചെന്നോ. ഏയ് മീശ, നിങ്ങൾ പോവുകയാണോ? ഏയ് മാർക്ക്, ഒരുപാട് കല്ലറകൾ ഇവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ ഒരാളല്ലേ തുറക്കേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ട് മീശ ആ പെട്ടിയുമായി മുന്നോട്ട് നടക്കുന്നതാണ് മാർക്ക് കണ്ടത്. മാർക്ക് ആ മീശയെ ഒന്ന് നോക്കുമ്പോഴേക്കും മീശ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ശരിക്കും അയാളുടെ കയ്യിൽ ധാരാളം സ്പെഷ്യൽ മാജിക്കൽ ആർട്ടിഫാക്റ്റുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലാണ് അയാൾ അപ്രത്യക്ഷമായത്. അതിലേതോ ഒരു ആർട്ടിഫാക്റ്റ് ഉപയോഗിച്ച് അയാൾ അവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ മാർക്ക് ആ കുഴിയിലേക്ക് ഇറങ്ങി. ആ കുഴിയിലൂടെ ആ വാതിലിൽ മാർക്ക് എത്തുമ്പോൾ അതിശക്തമായ ഡാർക്ക് എനർജി സാന്നിധ്യം മാർക്കിനും അനുഭവപ്പെടുകയാണ്. മാർക്ക് ആ വാതിൽ വഴി അകത്തേക്ക് ഇറങ്ങി. അകത്തേക്ക് കിടക്കുമ്പോൾ ശരിക്കും ഒരു ഇരുട്ട ഫീൽ ചെയ്യുന്നത്. ഡാർക്ക് എനർജി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കറുത്ത നിറത്തുള്ള ഒരു ഊർജം അവിടെ ഉണ്ടെന്ന് പറയാം. ഒന്നും കണ്ടുകൂടാ എന്നുള്ളതാണ് സത്യം. മാർക്കിന്റെ ആ ഡിവൈനായി ആക്ടിവേറ്റ് ചെയ്തു. വളരെ വിശാലമായ ഒരു ശവകുടീരത്തിനകത്താണ് മാർക്ക് ഫെല്ലർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ ഉള്ളിലാണ് ആ കല്ലറ ഉള്ളത്. പക്ഷെ ആ കല്ലറയ്ക്ക് ഉള്ളിലേക്ക് പോകാതെ മാർക്ക് ഫെല്ലർ
അവിടെ ഒരു നല്ല സ്ഥലം നോക്കി ഒരു പീഠം കണ്ടുപിടിച്ച് അതിന് മുകളിൽ ഇരിപ്പുറപ്പിച്ചു. മാർക്കിന് ആ കല്ലറയുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. മാർക്കിന്റെ താല്പര്യം പൂർണ്ണമായി അവിടുത്തെ ആ ഡാർക്ക് എനർജിയാണ്. മാർക്കിന്റെ കയോട്ടിക് ബോഡിക്ക് സ്പിരിച്വൽ എനർജിക്ക് തത്തുല്യമായ അളവിൽ ഡാർക്ക് എനർജി വേണം. മാർക്ക് ശരീരത്തിലെ എല്ലാ പോസും ആക്ടിവേറ്റ് ചെയ്ത് പതുക്കെ ബ്രീത്ത് ചെയ്ത് തുടങ്ങി. എത്രയോ നാളുകളായി ഡാർക്ക് എനർജി മാർക്ക് ബ്രീത്ത് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ആ ഡാർക്ക് എനർജി ശരീരത്തിലേക്ക് കയറുമ്പോൾ മാർക്കിന് ഒരു വല്ലാത്തൊരു ഉന്മേഷം ഫീൽ ചെയ്യുകയാണ്. മാർക്കിന്റെ ശരീരത്തിൽ ഒരു വശം പൂർണ്ണമായും മാർക്ക് സ്പിരിച്വൽ എനർജി കൊണ്ട് നിറച്ചിരിക്കുകയാണ്. മറുഭാഗത്തേക്കാണ് മാർക്ക് ഡാർക്ക് എനർജി നിറയ്ക്കുന്നത്. മാർക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മെക്കാനിസമാണത്. രണ്ടും തമ്മിൽ മിക്സ് ആക്കാതെ രണ്ടിനെയും വളരെ ഈസി ആയിട്ട് വേർതിരിച്ച് അങ്ങനെ ശരീരത്തിനുള്ളിൽ നിലനിർത്താനുള്ള അസാധ്യമായ ഒരു ശേഷി മാർക്ക് നേടിയിട്ടുണ്ട്. മാർക്ക് ആ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതും സകല മേഖലയിൽ നിന്നും ഡാർക്ക് എനർജി മാർക്കിന്റെ ബോഡി ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒഴുകിയെത്തുകയാണ്. ഒരു ചുഴി മാർക്കിന് ചുറ്റും രൂപം കൊള്ളുന്നതും ആ ചുഴി മാർക്കിലേക്ക് ലയിച്ചു ചേരുന്നതും വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. ഇരുട്ടല്ലാതെ അവിടെ വേറൊന്നുമില്ല. ആ ഇരുട്ടത്ത് ആ ഇരുട്ട് തന്നെ ഒഴുകി വന്ന് മാർക്കിനുള്ളിലേക്ക് ലയിക്കുകയാണ്. മാർക്കിനുള്ളിലേക്ക് കയറുന്ന ആ ഡാർക്ക് എനർജിയെ മാർക്ക് ആ മെറിഡിയൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും ചാനലൈസ് തുടങ്ങി. മാർക്ക് അങ്ങനെ ഡാർക്ക് എനർജി അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവിടെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷനെ വളരെ എളുപ്പത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് യോങ്ജിയും അയാളുടെ വളർത്തുമക്കളും എത്തിയത്. അവര് ഇപ്പോ എത്തിയിട്ട് 4 ദിവസമായി. ഈ 4 ദിവസം കൊണ്ട് രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നല്ലാതെ പ്രകടമായ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ യോങ്ജിക്ക് പറ്റിയിട്ടില്ല. ഈ കാഴ്ച മാറി നിന്ന് വീക്ഷിക്കുന്ന ആളുകളും അതേ അഭിപ്രായമാണ് പറയുന്നത്. യോങ്ജി നമ്മൾ വിചാരിച്ചത്ര ശക്തനല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞതും കൂടെ നിൽക്കുന്ന ആൾ ചോദിച്ചു, അപ്പോ നമുക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി ചേർന്ന് യോങ്ജി ഇപ്പൊ ആക്രമിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഏറ്റവും വിശ്വസ്തരായി നമ്മൾ മാറില്ലേ? ആ ചോദ്യം ഒരാൾ ചോദിച്ചതും ആദ്യത്തെ ആള് അതിന് മറുപടി പറഞ്ഞു, സമയമായില്ല. യോങ്ജിയുടെ കയ്യിൽ തുറുപ്പ് ചീട്ടുകളുണ്ട്. അത് യോങ്ജി ഇതുവരെയും പുറത്തെടുത്തിട്ടില്ല. ഒളിച്ചു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് പറഞ്ഞ അതേ അഭിപ്രായം മറ്റ് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആവർത്തിക്കുകയാണ്. യോങ്ജിയുടെ കയ്യിൽ എന്തൊക്കെയോ തുറുപ്പ് ചീട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. ആ തുറുപ്പ് ചീട്ടുകൾ ഇതുവരെയും യോങ്ജി പുറത്തെടുത്തിട്ടില്ലെന്നുള്ളതും അവർക്കറിയാം. അതുപയോഗിച്ച് ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ആക്രമിക്കുമ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ യോങ്ജിക്കൊപ്പം കൂടുക. യോങ്ജി ആ തുറുപ്പ് ചീട്ടുകൾ എടുക്കുമ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹെവൻലി ക്ലൗഡ് സെക്ഷനൊപ്പം കൂടുക. ആ ഒരു തീരുമാനത്തിലേക്കാണ് ഒളിച്ചു നിൽക്കുന്ന ആളുകൾ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്തേക്ക് സാധനം കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്ന ആളുകൾക്ക് ആ ഭാഗത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. ശക്തമായ ഒരു ഉപരോധം യോങ്ജി ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ഏതാണ്ട് വരുത്തിയിട്ടുണ്ട്. യോങ്ജിയും അയാളുടെ ആ വളർത്തു മക്കളും അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധവും നടക്കുകയാണ്. നിരന്തരമായ ഫൈറ്റ് നടക്കുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഈ സദേൺ മേഖല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് അവരുടെ ഗേറ്റിന് മുന്നിൽ ആരെങ്കിലും വന്ന് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ബാക്കിയുള്ളവരും യോങ്ജി ടീമിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ അതിവേഗം ഇങ്ങനെ കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് 2 ആഴ്ച പൂർത്തീകരിച്ചത്. 2 ആഴ്ച നിരന്തരമായി ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും വിജയിക്കാൻ യോങ്ജിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ യോങ്ജി അയാളുടെ തുറുപ്പിച്ചിട്ട് ഇറക്കിയിട്ടുമില്ല. അതിനൊരു കാരണമുണ്ട്. അയാളോട് ആ നോർത്തേൺ ലാൻഡിലെ ആളുകൾ പറഞ്ഞിരുന്നത് നോർത്തേൺ ലാൻഡിൽ നിന്ന് അതിശക്തരായ യോദ്ധാക്കൾ അയാളെ സഹായിക്കാൻ വരുമെന്നാണ്. പക്ഷേ ഈ 14 ദിവസമായിട്ടും ഒരു കുഞ്ഞിനെ പോലും അവർ കണ്ടില്ല. നോർത്തേൺകാർ വരുമ്പോൾ മാത്രമേ തുറുപ്പിച്ചിട്ട് ഇറക്കാവൂ എന്ന് നേരത്തെ തന്നെ യോങ്ജി തീരുമാനിച്ചതാണ്. ഇപ്പോൾ യോങ്ജിക്ക് ഒരു സംശയം, തന്നെ വീണ്ടും നോർത്തേൺ ലാൻഡുകാർ പറ്റിച്ചു എന്ന ചോദ്യമാണ് യോങ്ജിയുടെ മനസ്സിലേക്ക് വരുന്നത്. യോങ്ജിക്ക് ആ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. അവസാനം യോങ്ജിയുടെ വളർത്തുമക്കൾ പറഞ്ഞു, അച്ഛാ, നമ്മൾ ഇങ്ങനെ റിസൾട്ട് ഇല്ലാതെ ഇവിടെ നിന്നാൽ അത് അപകടമാണ്. നമുക്ക് ഒന്ന് പിൻവാങ്ങാം. റെസ്റ്റ് എടുത്തിട്ട് റീകൂപ്പ് ചെയ്ത് കൂടുതൽ ആയുധവും ആളുകളുമായി വരുന്നതാണ് നല്ലത്. വളർത്തുമക്കൾ പലരും ആ അഭിപ്രായം പറഞ്ഞതും യോങ്ജി അവസാനം പിൻവാങ്ങുമ്പോൾ യോങ്ജി ഉറക്കെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് നോക്കി വിളിച്ചു പറയുകയാണ്, ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഒരു അവധി നൽകുന്നു, നമുക്ക് വീണ്ടും കാണാം. യോങ്ജി അവിടുന്ന് പിന്മാറിയപ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്തും ഒരു ആശ്വാസം. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട്
അവിടെ അനവധി ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഒത്തിരിയേറെ ആളുകൾക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. യോങ്ജിയുടെ ടീം ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് ഇരച്ചു കയറിയിരുന്നുവെങ്കിൽ ഉറപ്പായും അവര് നോർത്തേൺ അതിർത്തിയിലേക്ക് പോയിരിക്കുന്ന ആളുകളെ പിൻവലിച്ചിനെ. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്തുള്ള പലരും ആളുകളെ പിൻവലിക്കാനുള്ള ഉപദേശമൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അത് ചെയ്യാതെ വെയിറ്റ് ചെയ്യുകയാണ്. നിവർത്തിയില്ലാതെ വന്നാൽ ആളുകളെ പിൻവലിക്കുമെന്ന് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മനസ്സോട് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് യോങ്ജി പിന്മാറുന്നത്. ഇതേ ദിവസം അവിടെ ആ ഗുഹയ്ക്കകത്ത് ബ്ലാക്ക് എനർജി അങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന മാർക്ക് ഫെല്ലർ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് മാർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ ശബ്ദം മാർക്ക് തിരിച്ചറിഞ്ഞു. അത് സാക്ഷാൽ ഹാൻസ് മില്ലറുടെ ശബ്ദമാണ്. ശബ്ദം കേട്ടതും മാർക്ക് ഹാൻസിനോട് ചോദിച്ചു, ഹാൻസ്, എന്തു പറ്റി? മാർക്ക്, ഞാനത് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാൻസ് മില്ലർ ആ കുഴിയിലേക്ക് ഇറങ്ങി ആ വാതിൽ വഴി അകത്തേക്ക് കടന്നു. അകത്തേക്ക് കിടന്ന ഹാൻസ് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവിടെ കംപ്ലീറ്റ് ഇരുട്ടാണ്. ആ ഇരുട്ടിന് ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് ഒഴുകിയെത്തുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറുടെ അടുത്താണ്. മാർക്കിനെ ആ ഇരുട്ടത്തും ഹാൻസിന് തിരിച്ചറിയാം. മാർക്കിന്റെ അടുത്തേക്ക് ആ ഡാർക്ക് എനർജി ഒഴുകി വന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ച കണ്ട ഹാൻസ് മില്ലർ ശരിക്കും വാ പൊളിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. അതേസമയത്ത് മാർക്ക് ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഈ ഹാൻസ് മില്ലർ എങ്ങനെ ആ സ്ഥലം കണ്ടുപിടിച്ചു? മാർക്ക് അമ്പരപ്പോടെ ഹാൻസിനെ നോക്കുമ്പോൾ ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിന്നെ കാണാൻ വേണ്ടി പല സ്ഥലത്തും തിരക്കിയിരുന്നു. അവസാനം എനിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് വന്ന ഹാൻസ് മില്ലർ കൗതുകത്തോടെ മാർക്കിനെ ഒന്ന് നോക്കി. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ഹാൻസ് മില്ലർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കയോട്ടിക് ബോഡി ആയിരുന്നല്ലേ? മാർക്ക്, നിന്റെ ബോഡി കയോട്ടിക് ആണെന്ന് നീ ആരോടും പറയണ്ട കേട്ടോ. നീ ബ്ലാക്ക് എനർജി അബ്സോർവ് ചെയ്യുന്ന കാര്യം ആരോടും പറയണ്ട. മാർക്ക്, കയോട്ടിക് ബോഡിയാണ് നിനക്കെന്ന് അറിഞ്ഞാൽ നിന്നെ സ്വന്തമാക്കാൻ എല്ലാ സെക്ഷനുകളും മത്സരിക്കും. അത് ചിലപ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കയോട്ടിക് ബോഡിയുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ഏതൊരു സെക്ഷന്റെയും ഒരു വല്ലാത്ത സ്വപ്നമാണ്. മാർക്ക് ഫെല്ലറുടെ ബോഡി കയോട്ടിക് ആണെന്ന് കേട്ടാൽ സ്വാഭാവികമായിട്ടും എല്ലാ പ്രമുഖ സെക്ഷനും മാർക്കിനെ തേടിയിറങ്ങും. സദേൺ മേഖലയിൽ മാത്രമല്ല സെക്ഷൻസ് ഉള്ളത്, നോർത്തിലും വെസ്റ്റിലും അതുപോലെ ഈസ്റ്റിലും ഇതിനുമപ്പുറത്ത് ഹോളി റീജിയന്റെ സെൻട്രൽ പ്ലെയിനിലും ഒക്കെ ഒരുപാട് സെക്ഷനുകളുണ്ട്. ഒരുപാട് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുണ്ട്. അതിനും അപ്പുറത്തും വേറെ ആളുകളുണ്ട്. അവിടെ നിന്നൊക്കെ മാർക്കിനെ തേടി ആളുകൾ എത്തുമെന്നുകൂടി ഹാൻസ് മില്ലർ പറഞ്ഞപ്പോൾ മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അത് ആരോടും പറയാത്തത്. ഓക്കെ മാർക്ക്, ഞാൻ നിന്നെ തേടി വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. മാർക്ക്, നിനക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനെ അവസാനിപ്പിക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഉണ്ടായിരിക്കുകയാണ്. ഹാൻസ്, നീ എന്താ പറയുന്നത്? മാർക്ക്, ആ യോങ്ജി ഇല്ലേ, അയാളും അയാളുടെ വളർത്തുമക്കളും കൂടി ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ എത്തിയാൽ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ അവസാനിപ്പിക്കാം. അത് കേട്ടതും മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, അത് ഒരു നല്ല കാര്യമാണ്, പക്ഷേ എനിക്ക് ഒരാഴ്ച കൂടി സമയം വേണം. ഒരാഴ്ച കൊണ്ട് എനിക്ക് ആവശ്യമായ ഡാർക്ക് എനർജി മുഴുവൻ അബ്സോർവ് ചെയ്ത് കഴിയും. അത് കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരും. മാർക്ക് ഹാൻസിനോട് ആ കാര്യങ്ങൾ പറഞ്ഞതും ഹാൻസ് മാർക്കിനോട് യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെയും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോഴാണ് യോങ്ജിയുടെ അടുത്തേക്ക് വീണ്ടും ആ നോർത്തേൺ ലാൻഡിൽ നിന്ന് ഒരാൾ എത്തിയത്. അയാളെ കണ്ടപ്പോൾ തന്നെ യോങ്ജിക്ക് ദേഷ്യം ഇരച്ചു കയറി. നീ വീണ്ടും എന്നെ ചതിച്ചല്ലേ? യോങ്ജി, ദയവായി അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് ചില സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായി. അവിടെ ആ നോർത്തേൺ അതിർത്തിയിൽ ശ്രീഹരിയും ജൂവും ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ 18 ഗോളുകളും കൂടി നമുക്ക് ശരിക്കും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മിടുക്കരൊക്കെ ആ ഭാഗത്ത് തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യോങ്ജി ആവശ്യപ്പെട്ടതുപോലെ സമയത്ത് ആളെ എത്തിക്കാൻ പറ്റാതെ വന്നത്. യോങ്ജി, ദയവായി ഞങ്ങളോട് ക്ഷമിക്കണം. അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും യോങ്ജിക്ക് ശരിക്കും ദേഷ്യം കൊണ്ട് വിട്ടുമാറുന്നില്ല. അപ്പോഴാണ് അയാൾ യോങ്ജിയോട് പറയുന്നത്, യോങ്ജി, നിങ്ങൾ വീണ്ടും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ആക്രമിച്ചാൽ ഉറപ്പായും ഞങ്ങളിവിടെ വരാം. നിങ്ങളുടെ വാക്ക് കേട്ട് ഇനിയും ഞാൻ ആക്രമിക്കാനോ? യോങ്ജി, ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് നോക്കി. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൈയൊന്ന് അനക്കിയതും അയാളുടെ പുറകുവശത്തായി ഒരു കറുത്ത തിരശ്ശീല മാറും പോലെ അവിടെ ആ ശൂന്യതയിൽ കുറെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും ഒരു ഓയുടെ ഗേറ്റ് വഴി അവരവിടെ വന്ന് നിൽക്കുകയാണ്. കുറേയേറെ ആളുകളുണ്ട്. സകലരും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് മുഖംമൂടി ധരിച്ച എത്തിയിരിക്കുന്നത്. അവരെ കണ്ടതും യോങ്ജി അയാളോട് ചോദിച്ചു, ഇതും ആ പഴയ കക്ഷികളെ പോലുള്ള ആളുകളാണോ ഹൂന മൗണ്ടൻ ആക്രമിക്കാൻ നിങ്ങൾ അയച്ച ആളുകൾ? യോങ്ജി, ഇവരങ്ങനെയല്ല. ഇവർ ശരിക്കും പവർഫുൾ ആണ്. ഇവർ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകൾക്ക് ഒപ്പം നിൽക്കുന്നവരാണ്. ലീഡേഴ്സ് അവരെക്കാൾ ശക്തരുമാണ്. അതുകൊണ്ട് യോങ്ജി പേടിക്കേണ്ട കാര്യമില്ല. യോങ്ജി ഉടൻ തന്നെ ആക്രമണത്തിലുള്ള പദ്ധതി തയ്യാറാക്കി. ആ നോർത്തേൺ ലാൻഡുകാരൻ അങ്ങനെ തീർത്ത് പറഞ്ഞതും യോങ്ജി അയാളോട് ചോദിച്ചു, അല്ല,
ആരാ ഈ നോർത്തേൺ ലാൻഡിന് ഇപ്രാവശ്യം നേതൃത്വം കൊടുക്കുന്നത്? യോങ്ജി, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ലോർഡ് സീമാബായി തന്നെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. സീമാബായി ശരിക്കും ശക്തനാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ പിന്നെ ഭയക്കേണ്ട കാര്യമേ ഇല്ല. ലോർഡ് സീമാബായിയെ കുറിച്ച് യോങ്ജി കേട്ടിട്ടുണ്ട്. അല്ല, അതിശക്തനാണെന്നും യോങ്ജിക്ക് അറിയാം. സീമാബായി തന്നെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആക്രമിക്കാൻ കൂടെ നിൽക്കുമെന്ന് കേട്ടപ്പോൾ യോങ്ജി അവസാനം സമ്മതിച്ചു. അനുയോജ്യമായ ഒരു തീയതിയിൽ ആക്രമണം നടത്താനാണ് യോങ്ജിയുടെ തീരുമാനം. അതിനുവേണ്ടി യോങ്ജി ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ മാർക്ക് നേരെ എത്തിയത് ഹാൻസ് മില്ലറുടെ വീട്ടിലാണ്. മാർക്ക് ഹാൻസ് മില്ലറുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ആ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. മാർക്കിനെ കണ്ടപ്പോൾ ഹാൻസിന് ശരിക്കും സന്തോഷം. ഹാൻസ് മാർക്കിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് സാക്ഷാൽ ലീന ഡേവിസ് വന്നു. ലീന മാർക്കിനെ കണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എവിടെയായിരുന്നു ഇത്ര ദിവസം? ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ ഹെവൻലി ക്ലൗഡ് സെക്ഷനും യോങ്ജി തമ്മിൽ ഫൈറ്റ് നടക്കില്ലേ? ഇപ്പോഴല്ലേ മാർക്കിന് അവിടെ ഇടപെടാൻ പറ്റിയത്? ലീനയുടെ ആ കമന്റിന് മാർക്ക് ഫെല്ലർ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. അത് ലീനയ്ക്ക് ഒന്ന് തൊട്ടു. അവളെ പൂർണ്ണമായും മാർക്ക് ഫെല്ലർ അവഗണിക്കുകയാണെന്നുള്ളൊരു തോന്നൽ ലീനയ്ക്ക് ഉണ്ട്. ലീന വേറെയും കമന്റുകൾ പറഞ്ഞെങ്കിലും മാർക്ക് അതിനൊന്നും മറുപടി പറയാതെ ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടേ. അങ്ങനെ ഹാൻസിനോട് മാർക്ക് പറഞ്ഞതും ഹാൻസ് മാർക്കിനെ കൊണ്ട് പുറത്തേക്ക് നടന്നു. ഈ സമയത്ത് ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ തമാശകൾ പറഞ്ഞ് വൈനൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ അടുത്ത് നിൽക്കുകയായിരുന്ന ലീന ഹാൻസും മാർക്കും കൂടി പുറത്തേക്ക് നടക്കുന്ന കണ്ടപ്പോൾ പതുക്കെ ആ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് വാതിൽ നേരെ നടന്നു തുടങ്ങി. ലീന ഡേവിസിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അല്പം വിദൂരതയുള്ള ശബ്ദം പോലും പിടിച്ചെടുക്കാനുള്ള ഒരു ശേഷി അവൾ ഒരു സ്പെല്ല് വഴി നേടിയിട്ടുണ്ട്. വാതിലിനടുത്തെത്തി അവൾ പുറത്ത് മാർക്ക് ഫെല്ലറും ഹാൻസ് മില്ലറും സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു തുടങ്ങി. അകത്തിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ലീന ആ വാതിലിനടുത്തുള്ള ചിത്രങ്ങളൊക്കെ നോക്കുകയാണെന്നേ തോന്നത്തുള്ളൂ. എന്നാൽ അവളുടെ ശ്രദ്ധ പൂർണ്ണമായും പുറത്തുള്ള ശബ്ദത്തിലാണ്. മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, എനിക്ക് ഒരു സുരക്ഷിതമായ സ്ഥലം വേണം. മാർക്ക്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഹാൻസ്, ഞാൻ ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കാൻ പോവുകയാണ്. മാർക്ക്, അതൊരു നല്ല കാര്യമാണല്ലോ. അതെ ഹാൻസ്, എനിക്ക് ഈ നേസന്റെ സോളിൽ നിന്ന് മൈറ്റി ലെവലിലേക്ക് കടക്കണം. അതിന് നല്ല ഒരു സ്ഥലം വേണം. മാർക്ക്, അതിന് ഇവിടെ ശ്രമിക്കാമല്ലോ. അതൊന്നും ശരിയാവില്ല. മാർക്ക്, അങ്ങനെയാണെങ്കിൽ ഡിവൈൻ സിറ്റിയിൽ പോകൂ. അവിടെ വേറെ പ്രശ്നമില്ലല്ലോ, ഒരാളെ ശല്യം ചെയ്യത്തില്ല. ഹാൻസ്, അത് ശരിയാണ്, പക്ഷേ അവിടെ ഇപ്പോൾ വേറെ ഒരുപാട് ആളുകളുണ്ട്. ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുന്നത് ശരിയാകില്ല. എനിക്ക് അധികം ആൾതാമസം ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് വേണ്ടത്. അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഹാൻസിന് അറിയാവോ? പിന്നെ ഹാൻസ്, നീ എൻ്റെ കൂടെ ഉണ്ടാവുകയും വേണം. നീ ആയിരിക്കണം എനിക്ക് സംരക്ഷണം നൽകേണ്ടത്. ഹാൻസ് മില്ലറെ പോലെ ശക്തനായ ഒരാളുടെ സഹായം മാർക്കിനിപ്പോൾ ആവശ്യമുണ്ട്. മാർക്ക് ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുമ്പോൾ ആരെങ്കിലും മാർക്കിനെ ആക്രമിക്കുകയാണെങ്കിൽ അവരെ നേരിടാൻ മാർക്കിന് ഒരാൾ കൂടിയേ തീരും. മാർക്ക് മാർഷൽ സെയിന്റായി മാറുന്ന ആ സമയത്ത് മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്ത് പൗലി മാസ്റ്ററാണ്. ഇവിടെ മാർക്കിന് ആ മാർഷൽ സെയിന്റ് ലെവലിൽ നിന്ന് മൈറ്റി ലെവലിലേക്ക് കടക്കണം. ആ സമയത്തും സ്വാഭാവികമായി ഒരു പ്രൊട്ടക്ഷൻ മാർക്കിന് ആവശ്യമുണ്ട്. മാർക്ക് പറഞ്ഞ കാര്യം കേട്ടതും ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഓക്കെ, ഞാനത് നോക്കാം. ഹാൻസ് അത് പറഞ്ഞതും മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, ഒരു കാര്യം കൂടി ഉണ്ട്. ഹൂന മൗണ്ടറിൽ ഞാൻ എല്ലാവരുടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ പോവുകയാണ്. എല്ലാവരുടെ മീറ്റിങ്ങോ? ഹാൻസ്, ഈ സതേൺ മേഖലയിൽ അനവധി പ്രമുഖരുണ്ടല്ലോ. പലരും നോർത്തേൺ ലാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാത്തവരാണ്. അവരുടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഹൂന മൗണ്ടറിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മീറ്റിംഗ് വിളിക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. നീ പരിചയമുള്ള ആളുകളോടൊക്കെ പറയണം. ഞാൻ വെൻ ഡയോടും വെൻ എറിക്കിനോടും പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകളോടും പറയാം. മാർക്ക് അത് പറഞ്ഞതും ഹാൻസ് സമ്മതിച്ചു. ഇപ്പോൾ ഹാൻസിന് 2 ഉത്തരവാദിത്തങ്ങളാണ്. അടുത്ത ഒരു ദിവസം കൊണ്ട് പരമാവധി ആളുകൾക്ക് വിവരം കൊടുക്കണം. അത് കഴിഞ്ഞാൽ മാർക്കിന് ആൾതാമസമില്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കണം. അവിടെ വെച്ചാണ് മാർക്കിന് ബ്രേക്ക് ത്രൂ നടത്തേണ്ടത്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഹാൻസ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടെ ലീന ഹാൻസിനെ കാത്തു നിൽക്കുകയാണ്. ഹാൻസിനെ കണ്ടതും ലീന ചോദിച്ചു, ഹാൻസ്, മാർക്ക് പോയോ? മാർക്ക് പോയി. അല്ല, മാർക്ക് എന്തിനാ വന്നത്? അവൻ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നതാണ്. എന്ത് കാര്യങ്ങൾ? ലീന, ഈ നോർത്തേൺ ലാൻഡുകാരുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആ നോർത്തേൺ ലാൻഡുകാരെ കണക്ട് ചെയ്തുകൊണ്ട് അവൻ എന്തോ കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് പരമാവധി ആളുകളെ വിളിച്ചു കൂട്ടാൻ അവൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹാൻസ്, അത് പറയാൻ എന്തിനാ രഹസ്യ മീറ്റിംഗ്? ഇവിടെ വെച്ച് പറഞ്ഞാൽ പോരായിരുന്നു. ലീന, അവന്റെ ശൈലി അതാണ്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ തർക്കിക്കേണ്ട കാര്യമില്ല. എന്താണ് അവിടെ സംസാരിച്ചതെന്ന് ലീന കൃത്യമായി കേട്ടു. മാർക്ക് ഫെല്ലർ ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കാൻ പോവുകയാണ്. മാർക്കിനെ കൊല്ലാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതൊരു വല്ലാത്തൊരു ന്യൂസാണ്.
മാർക്ക് ശരിക്കും ദുർബലനായി പോകുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ മാർക്കിനെ ആക്രമിച്ചാൽ ആർക്ക് വേണമെങ്കിലും മാർക്കിനെ കൊല്ലാം. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ലീനയുടെ ഉള്ളിൽ ഒരു കുളിരുണ്ടാവുകയാണ്. ശരിക്കും അവൾക്കൊരു വല്ലാത്ത സന്തോഷം. അവൾക്ക് ഇപ്പോ മാർക്കിനോടുള്ള ആ ഇഷ്ടം ഒരു വെറുപ്പായി മാറുകയാണ്. മാർക്കിനെ അവസാനിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം അവിടെ ഉള്ളിൽ പതുക്കെ പതുക്കെ കുടിയേറുകയാണ്. ഹാൻസിന്റെ വസതിയിൽ നിന്ന് മാർക്ക് ഹൂന മൗണ്ടനിലാണ് മടങ്ങിയെത്തിയത്. മാർക്കിനെ കണ്ടപ്പോൾ വെൻഡായ്ക്കും വെനെറിക്കിനും ഒരേ സന്തോഷം. മാർക്ക് അവരോട് സദേൺ മേഖലയിലെ ആളുകളെ വിളിച്ചു കൂട്ടാൻ ആവശ്യപ്പെട്ടു. അത് കേട്ടതും വെൻ എറിക്ക് മാർക്കോട് ചോദിച്ചു, അല്ല മാർക്കേ, നീ പറഞ്ഞാൽ ആളുകൾ വരുമോ? നിനക്ക് അതിനു വേണ്ടിയുള്ള അപ്പീലൊക്കെ ഉണ്ടോ? ഏയ് എറിക്, അങ്ങനെ പറയാതെ. മാർക്ക് ഇപ്പോൾ ഒരു സംഭവമാണ്. മാർക്ക് പറഞ്ഞ ആരെങ്കിലുമൊക്കെ വരും. ഡാനി മാർക്കിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞതും എറിക്ക് ഡാനിയോട് പറഞ്ഞു, അതെ അതെ, ഞാനും അതാ പറയാൻ വന്നത്. എന്തായാലും മാർക്ക് പറഞ്ഞനുസരിച്ച് അവർ ചില ആളുകളോടൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം സംഭവങ്ങളില്ലാതെ അങ്ങ് കടന്നുപോയി. മാർക്ക് ഫെല്ലർ മാർക്കിന് പരിചയമുള്ള ആളുകളെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ഒരു ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു. മാർക്കും വെൻ എറിക്കും വെൻ ഡാനിയും പിറ്റേ ദിവസം നേരെ പുലർന്നു മുതൽ ആ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി പടിയിൽ വന്ന് നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആവശ്യപ്പെട്ട പ്രകാരം ആ മലയിലേക്ക് ആളുകൾ വരുന്നു എന്ന് കാണാനാണ് അവർ നിന്നത്. പെട്ടെന്നാണ് രാവിലെ സമയം കടന്നുപോയത്. 9 10 11 12 ഒരു കുഞ്ഞിനെയും കാണാനില്ല. മാർക്കും വെൻ എറിക്കും വെൻ ഡാനിയും ആ പടിക്കെട്ട് തന്നെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ 3 പേരും അവിടെ ഇരിപ്പായി. ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആരെ കാണാനില്ലല്ലോ, ഉച്ചയായല്ലോ. അപ്പൊ വളരെ കോൺഫിഡൻസോടുകൂടി എറിക്കാ പറഞ്ഞത്, ഏയ് ആരെങ്കിലുമൊക്കെ വരും, വരാതിരിക്കത്തില്ല. മാർക്ക് വിളിച്ചതല്ലേ, വരാതിരിക്കത്തില്ല. ഈ സമയത്താണ് ഹാൻസും അയാളുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് വന്നത്. ഹാൻസും മാർക്കിനൊപ്പം ഇരുന്നു. മാർക്ക്, ഞാൻ യഥാർത്ഥത്തിൽ എല്ലാവരോടും പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കായിരുന്നു. ആരെ കാണാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. ആ ടീം അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. വൈകുന്നേരം ഒരു 4 മണിയാകുന്നവരെയും ആരെയും കണ്ടില്ല. 4 മണിയായപ്പോൾ എറിക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ശരിക്കും ഒരു അപ്പീലില്ല എന്ന് എനിക്കിപ്പോൾ ഏതാണ്ട് ബോധ്യമായി. നീ പറഞ്ഞാൽ കേൾക്കുന്ന ആരും ഇവിടെ ഇല്ല. അങ്ങനെ എറിക്ക് പറയുമ്പോഴാണ് ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആ ആളെ കണ്ടതും മാർക്ക് ചാടി എണീറ്റു. അത് സാക്ഷാൽ വില്യം ഷൂമേക്കറാണ്. ഷൂമേക്കർ മാർക്കിന്റെ അടുത്തേക്ക് വന്ന് മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, ഞാൻ ലേറ്റായി അല്ലേ? സീനിയർ, ഒട്ടും ലേറ്റായിട്ടില്ല. ഷൂമേക്കറും മാർക്കും യാനിയും ഡാനിയും എറിക്കും ഹാൻസും കൂടി മുകളിലേക്ക് കയറുമ്പോൾ അവര് ചില ആളുകൾ നടന്നു വരുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് പല സ്ഥലത്തു നിന്നായി ആളുകൾ അങ്ങോട്ട് നടന്നു വരുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകളൊക്കെ അതിരാവിലെ അവിടെ എത്തിയവരാണ്. മാർക്കിന്റെ അടുത്തേക്ക് പ്രമുഖരാരെങ്കിലും വരികയാണെങ്കിൽ മാർക്കിനൊപ്പം കൂടാമെന്ന് കരുതി പലരും രഹസ്യമായി മറഞ്ഞു നിന്നതാണ്. എന്തായാലും കുറച്ചു കഴിഞ്ഞതും ഏകദേശം ഒരു 10-20 പേരടങ്ങുന്ന ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഹാൻസിനും മാർക്കിനും എറിക്കും ഡാനിക്കും പുറമെ ഒരു 20 അംഗ ടീമാണ് എത്തിയിരിക്കുന്നത്. ആ ടീം അംഗങ്ങളെല്ലാം ഒന്നിച്ചിരുന്നതും മാർക്ക് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ വിളിപ്പിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? മാർക്ക്, എന്താണെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് വേഗം പറഞ്ഞു. അത് കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, നോർത്തേൺ ലാൻഡുകാർ നമ്മൾ ആക്രമിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വരുന്നത് ഒരു സിമ്പിൾ ചോദ്യമാണ്. നോർത്തേൺ ലാൻഡിന്റെ പിന്നിൽ ഇമോർട്ടൽ സ്ലേയിങ് സെഷൻ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്നാണ് എന്റെ ചോദ്യം. നോർത്തേൺ ലാൻഡിന്റെ പിന്നിൽ ഇമോർട്ടൽ സ്ലേയിങ് സെഷൻ ഉണ്ടെന്ന് മാർക്ക് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ മുഖത്തോട് മുഖം നോക്കുകയാണ്. ഒരാള് ഉറക്കെ പറയുകയും ചെയ്തു, ഇമോർട്ടൽ സ്ലേയിങ് സെഷനോ? അതെന്താ സംഭവം? അത് കേട്ടതും മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയിലുള്ള സ്കൈ ബ്ലഡ് റെയിൻബോ മാർക്കിനോട് പറഞ്ഞു, ഷേ, എന്തൊരു വിഡ്ഢിയായി ഇവൻ! ഇമോർട്ടൽ സ്ലേയിങ് സെഷനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവനോ? ഇമോർട്ടൽ സ്ലേയിങ് സെഷനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെന്ന് കേട്ടപ്പോൾ സ്കൈ ബ്ലഡ് റെയിൻബോയ്ക്ക് ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. പലരും സ്കൈ ബ്ലഡ് റെയിൻബോയുടെ മനസ്സിലുള്ളതിന്റെ എതിരഭിപ്രായമാണ് പറയുന്നത്. ഇമോർട്ടൽ സ്ലേയിങ് സെഷനോ? അതിനെക്കുറിച്ച് ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. എന്താ സംഭവം? ഇമോർട്ടൽ സ്ലേയിങ് സെഷനെ കുറിച്ച് തങ്ങളാരും കേട്ടിട്ടില്ല എന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഒരാള് എണീറ്റു. അയാള് എല്ലാവരും നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, ഇമോർട്ടൽ സ്ലേയിങ് സെഷനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ ശരിക്കും അതിശക്തമായ ഒരു എൻറ്റിറ്റി ആയിരുന്നു. അവർ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു വലിയ ശക്തിയായിരുന്നു. അത് കേട്ടതും ആ മാന്ത്രിക നിലവറയിൽ നിന്ന് സ്കൈ ബ്ലഡ് റെയിൻബോയുടെ ശബ്ദം മാർക്ക് കേൾക്കുകയാണ്. കേട്ട മാർക്ക്, കേട്ടാ പറയുന്നത് കേട്ടാ? ഇമോർട്ടൽ സ്ലേയിങ് സെഷനെ കുറിച്ച് പറയുന്നത് കേട്ടാ? ശരിക്കും ഒരു ആവേശം സ്കൈ ബ്ലഡ് റെയിൻബോയ്ക്ക് ഉണ്ടായി വരികയാണ്. അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, മിണ്ടായിടാ. മാർക്കും ആ സ്കൈ ബ്ലഡ് റെയിൻബോയും തമ്മിൽ ഡിവൈൻ സെൻസ് ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സംഭാഷണം മറ്റാളുകൾക്ക് കേൾക്കാൻ പറ്റില്ല. മാർക്കിനെ നോക്കി സംസാരിക്കുന്ന വ്യക്തി ഉറക്കെ പറഞ്ഞു, ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ ശരിക്കും രൂപീകരിക്കപ്പെട്ടത്
ഒരു പുരാതന നക്ഷത്രത്തിലാണ്. ആ നക്ഷത്രത്തിൽ അവർ ശരിക്കും എതിരാളികളില്ലാത്ത വിധത്തിൽ ശക്തമായി മാറിയിരുന്നു. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇവിടെ ഈ ഹെവൻലി റീജിയനിലേക്ക് വന്നത്. ആ സമയത്ത് ഈ ഹെവൻലി റീജിയനിലെ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെയും പ്രതിനിധികളിൽ പലരും റിവേർഷൻ ടു ഓൾഡ് സ്റ്റേജ് യോദ്ധാക്കളായിരുന്നു. ഇമോർട്ടൽ സ്ലെയിങ് സെഷനെ പ്രതിനിധീകരിച്ചെത്തിയ ആളുകൾ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആ റിവേർഷൻ ടു ഓൾഡ് സ്റ്റേജിലെ യോദ്ധാക്കൾ തമ്മിൽ ഫൈറ്റ് ചെയ്തു. ഇമോർട്ടൽ സ്ലെയിങ് സെഷനിലെ ആ കരുത്തൻ അവരെല്ലാം തകർത്തു, അവരെയൊക്കെ കൊന്നൊടുക്കി. ശരിക്കും വലിയൊരു പശ്ചാത്തലം ഈ ഇമോർട്ടൽ സ്ലെയിങ് സെഷൻ ഉണ്ട്. ഈ ഹെവൻലി റീജിയൻ മാത്രമല്ല, മറ്റ് സ്റ്റാറുകളിലും മറ്റ് പ്ലാനറ്റുകളിലും ഒക്കെ ഇമോർട്ടൽ സ്ലെയിങ് സെഷന്റെ ആളുകൾ എത്തിയിരുന്നു. അവിടെ എല്ലാം അവർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചതാണ്. അപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഒന്ന് നിർത്തി. എല്ലാവരും അയാൾ എന്താണ് പറയാൻ പോകുന്ന അറിയാനായി അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, ആ സമയത്താണ് ഒരു മാസ്ക് വെച്ച സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നതും അവർ ആ ഇമോർട്ടൽ സ്ലെയിങ് സെഷനെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതും. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ എല്ലാവരും നോക്കിയിട്ട് എല്ലാവരുമായി പറഞ്ഞു, ഇതൊക്കെ കേട്ടുകേൾവികളാണ്, പഴംപുരാണങ്ങളാണെന്ന് പറയാം. ഈ കഥകളിൽ ശരിയുണ്ടോ എന്നും എനിക്കറിയത്തില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ടിരുന്നതും മറ്റാളുകൾ പറഞ്ഞു, അതെ അതെ, ഇതൊക്കെ കേട്ടുകേൾവികളും ഐതിഹ്യങ്ങളും ഒക്കെയാണ്, പഴംപുരാണങ്ങളാണ്. ഇത് ശരിയാകാൻ ഒരു സാധ്യതയുമില്ല. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്ലാനറ്റുകളിലും എല്ലാ സ്റ്റാറുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും അസംഭവ്യമാണ്. എന്നിട്ട് ആ സെക്ഷനെ മാസ്ക് വെച്ചൊരു സ്ത്രീ ഇല്ലാതാക്കുക, അതും അസംഭവ്യമാണ്. ആളുകൾ അങ്ങനെ പറഞ്ഞതും സാക്ഷാൽ വില്യം ഷൂമേക്കർ എണീറ്റു. അദ്ദേഹം ആ മീറ്റിംഗിൽ ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞു, ഞാനും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷൻ അതിശക്തമായ വേരുകളുള്ള ഒരു സെക്ഷനാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ രംഗപ്രവേശവും ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടുകേൾവികളാണ്, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഷൂമേക്കർ അവിടെ ഇരുന്നു. അപ്പോഴാണ് മാർക്ക് ഫെല്ലർ എണീക്കുന്നത്. നോക്ക്, ഇവിടെ ഈ പറഞ്ഞ കേട്ടുകേൾവികൾ ശരിക്കും സത്യമാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആ രംഗം കണ്ടിട്ടുണ്ട്. ഇമോർട്ടൽ സ്ലെയിങ് സെഷനെ ആ മാസ്ക് വെച്ച സ്ത്രീ അവസാനിപ്പിക്കുന്ന രംഗം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ ഇമോർട്ടൽ സ്ലെയിങ് സെഷന്റെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. മാർക്ക് അത് പറയുമ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് അവിടെ എല്ലാവർക്കും ഫീൽ ചെയ്യാണ്. ഞാൻ നിങ്ങളീ പറഞ്ഞ ആ ഏൻഷ്യന്റ് സ്റ്റാറിൽ നിന്നാണ് വരുന്നത്. ഭൂമിയെ ഹെവൻലി റീജിയനിലുള്ള ആളുകൾ നക്ഷത്രമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ടാണ് അതിനെ പുരാതന നക്ഷത്രമെന്ന് പേരിട്ടവർ വിളിക്കുന്നത്. മാർക്ക് ഇമോർട്ടൽ സ്ലെയിങ് സെഷൻ ആരംഭിച്ച ആ പുരാതന നക്ഷത്രത്തിൽ നിന്നാണ് വരുന്നതെന്നും അവിടെ ആ ഇമോർട്ടൽ സ്ലെയിങ് സെഷന്റെ ആസ്ഥാനത്ത് മാർക്ക് പോയിട്ടുണ്ടെന്നും അവരുടെ അന്ത്യം നേരിൽ കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ സകലർക്കും ഒരു അമ്പരപ്പ്. പെട്ടെന്ന് ഒരാൾ മാർക്കോട് ചോദിച്ചു, മാർക്ക്, ഈ ഇമോർട്ടൽ സ്ലെയിങ് സെഷനൊക്കെ പഴയ കഥകളാണ്, അത് തൽക്കാലം നമുക്ക് വിടാം. മാർക്ക് മീറ്റിംഗ് വിളിച്ചതിന്റെ ഉദ്ദേശം പറ. അത് കേട്ടതും മാർക്ക് വീണ്ടും എണീറ്റു. മാർക്ക് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോഴും ഇമോർട്ടൽ സ്ലെയിങ് സെഷൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇമോർട്ടൽ സ്ലെയിങ് സെഷന്റെ പ്രത്യേകതകളിൽ ഒന്ന് ഇപ്പോ ഞാൻ ഈ നോർത്തേൺ ലാൻഡുമായി ബന്ധപ്പെട്ട് കാണുന്നു. നോർത്തേൺ ലാൻഡിലെ ആളുകൾ നമ്മുടെ യോദ്ധാക്കളെ ആക്രമിക്കുന്നത് അവരുടെ ഡിവൈൻ സെൻസിനെയും അതേ സമയത്ത് സ്പിരിച്വൽ എനർജിയുമാണ്. അതായത് യോദ്ധാക്കളെ ആക്രമിച്ച് ഡിവൈൻ സെൻസും സ്പിരിച്വൽ എനർജിയും അവരങ്ങ് വലിച്ചെടുക്കും. ആ നിമിഷത്തിൽ നമ്മുടെ യോദ്ധാക്കൾ വെറും ഡെഡ് ബോഡിയായി മാറും. അങ്ങനെ ആളുകളെ കൊന്നൊടുക്കി ശക്തി നേടുക എന്നുള്ളത് ഇമോർട്ടൽ സ്ലെയിങ് സെഷന്റെ ഒരു രീതിയായിരുന്നു. ആ രീതിയാണ് ഇപ്പോൾ നോർത്തേൺ ലാൻഡുകാരും പിന്തുടരുന്നത്. എന്ന് പറഞ്ഞാൽ ഇമോർട്ടൽ സ്ലെയിങ് സെഷന്റെ ആ ശൈലി ഇവരും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇമോർട്ടൽ സ്ലെയിങ് സെഷനുമായി ഈ നോർത്തേൺ ലാൻഡിന് എന്തോ ബന്ധമുണ്ട്. അവർ ആ രീതിയിലാണ് നമ്മളെ പിന്തുടരുന്നെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിലാവും. അത് കേട്ടതും ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, മാർക്ക്, സാധാരണ ആളുകളെ കൊല്ലപ്പെടുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളത് പറഞ്ഞപ്പോൾ മാർക്ക് ഒന്ന് ചിരിച്ചു. അതിനുശേഷം മാർക്ക് എല്ലാവരോടും പറഞ്ഞു, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ നോർത്തേൺ ലാൻഡുകാർ ഇതുവരെ സാധാരണ ആളുകളെയാണ് ആക്രമിച്ചിരുന്നത്. അതിന്റെ ഫലമായി അവർ ശക്തരാവുകയും ചെയ്തു. ഇനി അവർക്ക് ശക്തി വർദ്ധിപ്പിക്കണം. അതിന് കുറെ കൂടി ശക്തമായ ഡിവൈൻ സെൻസും കുറെ കൂടി ശക്തമായ സ്പിരിച്വൽ എനർജിയും അവർക്ക് ആവശ്യമുണ്ട്. അതുള്ള ആളുകളെ അവർ ടാർഗറ്റ് ചെയ്യും. അതുള്ളതാർക്ക്? നിങ്ങൾക്കൊക്കെയാണ്. നിങ്ങളെ ആയിരിക്കും അടുത്ത് അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സദേൺ മേഖലയിലെ അതിശക്തരെ അവർ ടാർഗറ്റ് ചെയ്യും. അത് കേട്ടതും ആ മീറ്റിംഗിലെത്തിയ ആളുകൾ ശരിക്കും വിരണ്ടു. സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് അവർക്ക് വിഷമമൊന്നുമില്ല. ചരിത്രം എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ പഴശ്ശിരാജയുടെ കഥ കേട്ടിട്ടുണ്ടാവും. പഴശ്ശിരാജ ഭരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് സർക്കാർ വനവിഭവങ്ങൾ ഇനി
അനുവാദമില്ലാതെ എടുക്കരുതെന്ന് ഒരു നിയമം ഇടുന്നത്. സ്വാഭാവികമായിട്ടും ആ നിയമം വന്നതും വനത്തിലുള്ള ആളുകളെ അത് ബാധിച്ചു. ആ നിയമം ആളുകളെ ബാധിച്ച കാര്യം രാജാവായ പഴശ്ശിക്ക് അറിയാം. പക്ഷെ പഴശ്ശി ഇടപെട്ടതേയില്ല. പഴശ്ശി പിന്നീട് ബ്രിട്ടീഷുകാർക്ക് എതിരാകുന്നത് അയാളുടെ അധികാരത്തെ ബ്രിട്ടീഷുകാർ ചോദ്യം ചെയ്തപ്പോഴാണ്. ഇതേ ശൈലിയിൽ നിങ്ങൾക്ക് ഝാൻസിയിലെ റാണിയുടെ കഥയും കേൾക്കാം. വലിയ ദേശീയ നേതാവായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടൊക്കെ നമ്മൾ ഝാൻസി റാണിയെ പറയും. ഝാൻസി റാണിയും നാട്ടുകാർക്ക് പ്രശ്നം വന്നപ്പോൾ അവരുടെ കൂടെ നിന്ന ആളല്ല. അവരുടെ അധികാരം പോകുന്നു കണ്ടപ്പോൾ അവർ രംഗത്തിറങ്ങിയതാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലുമൊക്കെ രാജാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവര് എപ്പോഴാണ് ഭാഗമായതെന്നാണ് കണ്ടെത്തേണ്ടത്. അവർക്ക് പ്രശ്നം വന്നപ്പോൾ അവർ ഭാഗമായതാണ്. അതുവരെ അവരെ കൂടെ ചേർന്നിട്ട് ആളുകളെ തല്ലി ഒതുക്കുകയായിരുന്നു. അതേ ശൈലിയിലാണ് ഇവിടെ മാർക്കിന് മുന്നിലിരിക്കുന്ന ആളുകളുടെ പെരുമാറ്റം. താഴെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് ഇടപെടാൻ തോന്നത്തില്ല. പക്ഷെ ഇപ്പോ അവരെ തന്നെ ബാധിക്കുന്നു കേട്ടപ്പോൾ സകലരും ഒന്ന് ആക്റ്റീവായി. നോർത്തുകാർക്കെതിരെ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കിയ മാർക്ക് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ ആരും അതിർത്തിയിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, അത് പോകാനും പാടില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിറ്റി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഈ കൂട്ടായ്മ ഉപയോഗിക്കണം. ഏതെങ്കിലും സിറ്റിയിൽ നോർത്തേൺ ലാൻഡിലെ ആരെങ്കിലും ആക്രമണമായി വന്നാൽ അവരെ കൂട്ടായിട്ട് നേരിടണം. എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. മാർക്ക് അങ്ങനെ പറഞ്ഞതും മാർക്ക് പറയുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് സകലരും മാർക്കിനോട് യാത്ര പറഞ്ഞിറങ്ങി. അവരൊക്കെ പോയി കഴിഞ്ഞതും ഷൂമേക്കർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ആ പുരാതന നക്ഷത്രത്തിൽ വരുന്നല്ലേ? അവിടെ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാവോ? ഹേയ് സീനിയർ, അതൊക്കെ കേട്ട് കേൾവികളാണ്. പണ്ട് അവിടെ ഒരുപാട് സ്പിരിച്വൽ എനർജി ഉണ്ടായിരുന്നു. സ്പിരിച്വൽ എനർജി ഇപ്പൊ തീരെയില്ല. അതുകൊണ്ടാ ഞങ്ങളൊക്കെ ആ പുരാതന നക്ഷത്രം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരുന്നത്. ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്ന് എന്തിന് ഈ ഹെവൻലി റീജിയനിലേക്ക് മാർക്ക് വന്നു എന്നുള്ളതിന്റെ ഉത്തരം മാർക്ക് വ്യക്തമാക്കുകയാണ്. അത് കേട്ടതും ഷൂമേക്കർ ചോദിച്ചു, അല്ല, അവിടെ അതിപുരാതനമായ ഒരു രഹസ്യം ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മാർക്ക് പറഞ്ഞു, ഏയ് അതൊക്കെ വെറും കേട്ടുകേൾവികളാണ്. പക്ഷെ മാർക്ക് അങ്ങനെ പറയുമ്പോഴും മാർക്കിന് കൃത്യമായി ആ ഉത്തരം അറിയാം. മാർക്ക് ഒരു തവണ ആ സമുദ്രത്തിനടിയിലേക്ക് താഴ്ന്ന് ആ ഡിവൈൻ ആയി സ്വന്തമാക്കുന്ന സമയത്ത് ആ സമുദ്രത്തിന്റെ ഒത്തിരി താഴെ ഒരു അത്ഭുത നഗരം ഒളിഞ്ഞിരിക്കുന്നത് കണ്ടതാണ്. പക്ഷെ അവിടേക്ക് അടുക്കാൻ അന്ന് മാർക്കിന് പറ്റുമായിരുന്നില്ല. വൻ പ്രഷർ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രഷർ താങ്ങാനുള്ള കപ്പാസിറ്റി അന്ന് മാർക്കിനില്ലായിരുന്നു. ആ നഗരത്തെ കുറിച്ചാണ് ഇവിടെ ഷൂമേക്കർ സൂചിപ്പിക്കുന്നത്. ഭൂമിയിലേക്ക് ഹെവൻലി റീജിയനിലെ ആളുകൾ എന്തിനു വരുന്നു എന്നതിന്റെ ഉത്തരം മാർക്കിന് അറിയാം. പക്ഷെ ആ രഹസ്യം പുറത്തു പറയാൻ തൽക്കാലം മാർക്ക് തയ്യാറല്ല. അവിടേക്ക് ഹെവൻലി റീജിയനിൽ ആളുകളെ കൊണ്ടുവന്ന് ഭൂമിയെ നശിപ്പിക്കുന്നത് ശരിയാകില്ല എന്ന് മാർക്കിന് ഉറപ്പാണ്. മാർക്ക് ആ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് വളരെ ലളിതമായ ഉത്തരമാണ് ഷൂമേക്കർ കൊടുത്തത്. ഷൂമേക്കർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് ഈ നോർത്തേൺ ലാൻഡുകാരുമായിട്ട് നേർക്കുനേർ ഏറ്റുമുട്ടാൻ തൽക്കാലം ഒരു താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. എന്റെ മുന്നിൽ നോർത്തേൺ ലാൻഡുകാർ വന്നുപെട്ടാൽ അവരെ ഞാൻ അവസാനിപ്പിക്കും. അതല്ലാതെ അതിർത്തി പോയി അവരുമായിട്ട് യുദ്ധം ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. മാർക്കിന് അതറിയാം. ഷൂമേക്കർ അങ്ങനെയാണ്. ഷൂമേക്കർ അങ്ങനെ എവിടെയെങ്കിലും തളയ്ക്കപ്പെട്ട് നിൽക്കുന്ന ഒരാളെ അല്ല, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ആളുമല്ല. ശരിക്കും ഒരു നാടോടിയാണ് ഷൂമേക്കർ. ഷൂമേക്കർ പറയുന്ന കാര്യം മാർക്കിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. മാർക്കിനോട് യാത്ര പറഞ്ഞ് ഷൂമേക്കർ അവിടെ നിന്ന് നീങ്ങി. ഷൂമേക്കർ പോയി കഴിഞ്ഞതും ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നീ പറഞ്ഞ കാര്യം തിരക്കിറങ്ങുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ നിന്നെ വിവരം അറിയിക്കും. ഹാൻസ് പോയി കഴിഞ്ഞതും എറിക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ നിനക്ക് എന്തൊരു വിരുദാണ്. നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇമോട്ടർ സ്ലേയിങ് സെഷൻ, മാസ്ക് വെച്ച സ്ത്രീ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവന്മാര് നീ പറഞ്ഞ് ഭയപ്പെടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നീ പറഞ്ഞ കാര്യമൊന്നും ചെയ്യില്ലായിരുന്നു. എറിക്ക് അങ്ങനെ പറഞ്ഞപ്പോ മാർക്ക് എന്ത് പറയണമെന്നറിയാതെ എറിക്കിനെ തന്നെ അങ്ങനെ നോക്കിയിരുന്നു പോവുകയാണ്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ മാർക്ക് ഫെല്ലർ ഹാൻസിന്റെ വസതിയിലേക്ക് തിരിച്ചു. ഹാൻസ് അവിടെയാണ് മടങ്ങിയെത്താൻ സാധ്യതയുള്ളത്. മാർക്ക് എത്തപ്പോ അവിടെ എല്ലാ കക്ഷികളും ഉണ്ട്. സാക്ഷാൽ ലീന ഡെവിസും അവിടെ ഉണ്ട്. ലീനയും ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ മാർക്കിനെ കണ്ടതും മാർക്കിനെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. മാർക്ക്, വാ വാ, ഞങ്ങൾ അറിഞ്ഞു മാർക്കിന്റെ മീറ്റിങ്ങിനെ കുറിച്ച്. മാർക്ക്, എന്തായാലും ആ നോർത്തേൺ ലാൻഡുകാർക്കെതിരെ മാർക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് നന്നായി. മാർക്ക് പറയുമ്പോൾ ഇപ്പൊ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ആ സുഹൃത്തുക്കൾക്ക് മാർക്കിന്റെ അതേ വേവ് ലെങ്ത് ആണ്. പക്ഷെ ആ കൂട്ടത്തിൽ ആ വേവ് ലെങ്തിൽ പെടാത്ത ഏക കക്ഷി സാക്ഷാൽ ലീന ഡെവിസ് ആണ്. അന്ന് പകലും രാത്രിയും അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോഴാണ് സാക്ഷാൽ ഹാൻസ് മില്ലർ അവിടേക്ക് തിരിച്ചെത്തുന്നത്. ഹാൻസിനെ ദൂരത്ത് കണ്ടപ്പോഴേ മാർക്കിന്റെ ഹൃദയം പടപടായി ഇടിക്കുകയാണ്. മാർക്കിന് അനുയോജ്യമായ ഒരു സ്ഥലം ഹാൻസ് കണ്ടെത്തി കാണുമോ എന്നൊരു ചോദ്യം മാർക്കിന്റെ ഉള്ളിലുണ്ട്. മാർക്കിനെ കണ്ടതും ഹാൻസ് ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേ മാർക്കിനൊരു ആശ്വാസമായി. മാർക്ക് ഹാൻസിന് അടുത്തേക്ക് നടന്നതും ലീന മാർക്കിനൊപ്പം കൂടി.
അത് കണ്ടതും മാർക്ക് ലീനയോട് പറഞ്ഞു, ലീന ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. മാർക്ക് ഹാൻസുമായി ആ വീടിന്റെ പുറത്തിറങ്ങി പതുക്കെ മാറി നിന്ന് സംസാരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ലീന വീണ്ടും അവളുടെ ആ ഡിവൈൻ ഇയർ ആക്ടിവേറ്റ് ചെയ്തു. അവൾക്ക് കൃത്യമായിട്ടും ഹാൻസും മാർക്കും സംസാരിക്കുന്ന കേൾക്കാം. മാർക്ക്, ഞാൻ ഒരു സ്ഥലം കണ്ടു, ഒരു അടിപൊളി സ്ഥലം. നീ പറഞ്ഞ എല്ലാ സ്പെസിഫിക്കേഷനുള്ള സ്ഥലമാണ്. അത് ലൈഫ്ലെസ് വാലിയാണ്. ലൈഫ്ലെസ് വാല്യൂ. മാർക്ക്, ലൈഫ്ലെസ് വാലി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ മലകളാണ്. അതിനിടയിൽ വിശാലമായ ഒരു താഴ്വരയാണ്. ആ താഴ്വരയിൽ ജീവികളൊന്നുമില്ല. ശരിക്കും ശാന്തമാണ്. ചീവിടുകളുടെ ശബ്ദം പോലും നിനക്ക് കേൾക്കാൻ പറ്റില്ല, അത്ര നിശബ്ദമാണ് അവിടെ. ശരിക്കും ഒരു സൈലന്റ് വാലി എന്ന് പറയാം. നിന്റെ ഈ ബ്രേക്ക് ത്രൂവിന് പറ്റിയ സ്ഥലം അതാണ്. ഹാൻസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് പോയാലോ? മാർക്ക്, ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടില്ല, ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞൊരു ഹാൻസ് ആഹാരം കഴിക്കാനും ഒന്ന് പ്രിപ്പയർ ചെയ്യാനായി ഹാളിലേക്കും മുറിയിലേക്കൊക്കെ പോകുമ്പോൾ മാർക്ക് ഫെല്ലർ മാർക്കിന്റെ മുറിയിലേക്ക് ചെന്നു. മാർക്ക് ഒരു ബ്രേക്ക് ത്രൂ നടത്തിയിട്ട് ഇപ്പോ ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ആവേശമുണ്ട്. മാർക്കിന്റെ കയ്യിലുള്ള ആ നിലവറയിൽ നിന്ന് ആ ഹുവാൻജി മൗണ്ടൻ ഫ്ലെയിം ഒന്ന് പുറത്തെടുത്തു. അതുപോലെ തന്നെ ആ നിലവറയ്ക്കുള്ളിൽ ചെറി പോലുള്ള പഴങ്ങളുമുണ്ട്. ആ ചെറി പോലുള്ള പഴത്തിന് വല്ലാത്തൊരു പവറുണ്ട്. അതൊക്കെ മാർക്കിന്റെ റിസോഴ്സസ് ആണ്. ഇതുവരെയും മാർക്ക് അതെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ഹുവാൻജി ഫ്ലെയിം മാർക്കിനെ ആ 18 ഗോഡുകളിൽ നിന്ന് രക്ഷിച്ച സംഭവമാണ്. പക്ഷെ ആ ഹുവാൻജി ഫ്ലെയിമിനെ വേണമെങ്കിൽ വിഴുങ്ങാൻ പറ്റും. അങ്ങനെ വിഴുങ്ങിയാൽ മാർക്കിന്റെ ശക്തി ഒരുപാട് വർദ്ധിക്കുമെന്ന് മാർക്കിന് അറിയാം. അത് വിഴുങ്ങാനുള്ള സമയമായിട്ടില്ല എന്നൊരു തോന്നൽ ആ ഫ്ലെയിമിലേക്ക് നോക്കുമ്പോൾ മാർക്കിനുണ്ട്. മാർക്ക് ആ ഫ്ലെയിമിലേക്കൊക്കെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം സാക്ഷാൽ ഹാൻസിന്റെ മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹാൻസ് ആ സിൽവർ സോഡും മറ്റ് അനുബന്ധ സംവിധാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അറ്റാക്ക് ഏതെങ്കിലും മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു തോന്നൽ ഹാൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻസ് ശരിക്കും പ്രിപ്പയർഡ് ആവുകയാണ്. ഹാൻസിന്റെ ആ പ്രിപ്പറേഷൻ ഏതാണ്ട് പൂർത്തീകരിക്കുമ്പോഴാണ് വാതിൽ തുറന്ന് ലീന ഡേവിസ് അകത്തേക്ക് കിടക്കുന്നത്. ലീനയെ കണ്ടതും ഹാൻസ് ചോദിച്ചു, എന്താ ലീന? ഹാൻസ്, ഇത് എങ്ങോട്ട് പോകാനാ ഒരുങ്ങുന്നത്? ഞാൻ മാർക്കുമായി പുറത്തേക്കൊന്ന് പോവുകയാണ്. അല്ല ഹാൻസ്, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഹാൻസ്, പ്ലീസ് എന്നോടൊന്ന് പറ. എനിക്ക് ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ ജീവനാണ്. മാർക്കിനെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം ചെയ്ത് അവന്റെ ഹൃദയത്തിലേക്ക് അടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്ലീസ് ഹാൻസ്, എന്നൊന്ന് സഹായിക്കുക. നിങ്ങൾ എവിടെയാ പോകുന്നത്? എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അവിടെ എത്തി മാർക്കിനെ ഒന്ന് ഞെട്ടിക്കും. ലീന മാർക്കിന്റെ പുറകെ നടക്കുന്ന കാര്യം ഹാൻസിനും അറിയാം. അവർ തമ്മിൽ ആ വിഷയം സംസാരിച്ചിട്ടുള്ള കാര്യവുമാണ്. മാർക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ ഇളകുന്ന ആളല്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഹാൻസ് ആ വിഷയം മാർക്കിനോട് സംസാരിക്കാത്തത്. ലീനയുടെ ഇഷ്ടത്തെക്കുറിച്ച് അറിയാവുന്ന ഹാൻസ് അവസാനം ലീനയോട് പറഞ്ഞു, ലീന, അവൻ ബ്രേക്ക് ത്രൂ ചെയ്യാൻ പോവുകയാണ്. ബ്രേക്ക് ത്രൂ? അതെ, അവനിപ്പോൾ നേസൻ സോൾ സ്റ്റേജല്ലേ, നമ്മളെപ്പോലെ മൈറ്റി ലെവലിലേക്ക് കടക്കാനാണ് അവനും ശ്രമിക്കുന്നത്. അത് നല്ല കാര്യമല്ലേ? അതിനെന്തിനാ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്? അങ്ങനെയല്ല, ഇപ്പോൾ അവന് ഒരുപാട് ശത്രുക്കളൊക്കെ ഇല്ലേ? ആ ശത്രുക്കളൊന്നും കാണാതെ ബ്രേക്ക് ത്രൂ ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അതിപ്പോ എവിടെ വെച്ചാ ചെയ്യുന്നത്? ലീന, നീ ഇത് ആരോട് പറയരുത്. ആ ലൈഫ്ലെസ് വാലിയിൽ സൈലന്റ് വാലി വെച്ച ബ്രേക്ക് ത്രൂ നടത്താൻ പോകുന്നത്. അത് അങ്ങ് ദൂരെയല്ലേ, അവിടെ ഒന്നും ആരും വരത്തില്ല. പിന്നെ ഹാൻസ്, നീ എന്നോട് ഇക്കാര്യം പറഞ്ഞു തന്നാലും നന്നായി. അവ എത്തും മുമ്പേ അവിടെ എത്തി നിൽക്കാം. ശരിക്കും അവൻ എന്നെ കണ്ട് ഒന്ന് അത്ഭുതപ്പെടണം. അവനെ അങ്ങനെ ഞെട്ടിച്ചാലേ അവൻ എന്നെ ഇഷ്ടപ്പെടത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ലീന അപ്പോൾ തന്നെ ഹാൻസിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി താഴേക്ക് അതിവേഗം നടക്കുന്ന ലീന ഡേവിസിന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരികയാണ്. മാർക്ക് ഫെല്ലർക്ക് ഈ സദേൺ പ്രൊവിൻസിനകത്ത് ഒരുപാട് ശത്രുക്കളുണ്ട്. ഏത് ശത്രുവിനാണ് താൻ ഈ വിവരം കൊടുക്കേണ്ടത്? അതാണ് അവളെ അലട്ടുന്ന ചോദ്യം. മാർക്ക് ശക്തനാണ്. ആ ശക്തനായ മാർക്ക് കൂടുതൽ ശക്തി നേടാൻ പോവുകയാണ്. അത് അപകടമാണെന്ന് അറിയാവുന്ന അനവധി ആളുകളുണ്ട്. അവരിൽ ആർക്കാണ് താൻ ഈ വിവരം കൊടുക്കേണ്ടത്? ഹെവൻലി ക്ലൗഡ് സെക്ഷന് കൊടുക്കണോ, അതോ യോങ്ജിക്ക് കൊടുക്കണോ, അതോ നോർത്തേൺ ലാൻഡിന് കൊടുക്കണോ, അതോ ഹണ്ടിങ് ഓർഗനൈസേഷന് കൊടുക്കണോ? ഇവരുമായിട്ടൊക്കെ മാർക്ക് ഉടക്കിയിട്ടുള്ള കാര്യം ലീന ഡേവിസിന് അറിയാം. ലീന അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് സാക്ഷാൽ യോങ്ജിയുടെ അടുത്ത് നോർത്തേൺ ലാൻഡിലെ ആള് എത്തിയിട്ടുണ്ട്. വീണ്ടും ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ആക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും യോങ്ജി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ ഒരുക്കങ്ങളുടെ അവസാന വിലയിരുത്തൽ യോങ്ജി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സാക്ഷാൽ ലീന ഡേവിസ് കടന്നു വരുന്നത്. ലീനയെ കണ്ടതും യോങ്ജി ലീനയോട് ചോദിച്ചു, നീ ആ ഡേവിസിന്റെ മകളല്ലേ? അതേ ലോർഡ് ലോങ്ജി, ഞാൻ ഡേവിസിന്റെ മകൾ ലീന ഡേവിസ് ആണ്. എന്തിനാ നീ വന്നത്? യോങ്ജി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? പറഞ്ഞോളൂ. അങ്ങനെ യോങ്ജി പറഞ്ഞതും അവള് ചുറ്റും നോക്കി. അവിടെ 5-6 ആളുകളൊക്കെ നിപ്പുണ്ട്. അതിന് പുറകിലായി കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ നിപ്പുണ്ട്.
അവൾക്ക് അഭിപ്രായം പറയണമോ വേണ്ടയോ എന്നൊരു സംശയം. അത് കണ്ടതും യോങ്ജി അവളോട് പറഞ്ഞു, എന്താന്ന് വെച്ചാൽ നീ പറ. ലോഡ് യോങ്ജി, ആ മാർക്ക് ഫെല്ലർ ബ്രേക്ക് ത്രൂ നടത്താൻ പോവുകയാണ്. ബ്രേക്ക് ത്രൂ? അതെ, നേസന്റെ സോൾ സ്റ്റേജിൽ നിന്ന് മൈറ്റി ലെവലിലേക്ക് ബ്രേക്ക് ത്രൂ നടത്താൻ പോവുകയാണ്. അവൻ ആ ലൈഫ്ലെസ് വാലി വെച്ചാണ് ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുന്നത്. ലോഡ് യോങ്ജി, എനിക്കറിയാം അങ്ങേക്ക് അവനോട് എതിർപ്പുണ്ടെന്നും. അങ്ങേക്ക് ഇപ്പോഴാണ് അവൻ അവസാനിപ്പിക്കാൻ പറ്റിയ സമയം. ബ്രേക്ക് ത്രൂ നടത്തുന്ന സമയത്ത് നമുക്കറിയാമല്ലോ അവൻ തികച്ചും നിരായുധനായിരിക്കുമെന്നും. ആ സമയത്ത് അവനെ ഈസിയായിട്ട് ഒഴിവാക്കാം. ലീന ഡേവിസ് പറഞ്ഞ കാര്യം കേട്ടതും യോങ്ജി ഒരു നിമിഷം നിശബ്ദനായി അങ്ങനെ നിന്നു. അതിനുശേഷം അയാൾ ലീനയോട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട. ഈ മാർക്ക് ഫെല്ലർ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണെന്ന് എനിക്കറിയാം, എന്നാലും അത് വേണ്ട. നീ പോയേ. അല്ല ലോഡ് യോങ്ജി, ഞാൻ ലീന, നിന്റെ അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ടാ നീ പറഞ്ഞത് ഇത്തിരി നേരം ഞാൻ കേട്ടു നിന്നത്. നീ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. അങ്ങനെ ലീനയോട് തറപ്പിച്ച് യോങ്ജി പറഞ്ഞതും അവൾ മനസ്സിലെ മനസ്സോടെ അവിടുന്ന് പുറത്തിറങ്ങി. എന്നാൽ ഇതേ സമയത്ത് യോങ്ജിയുടെ പുറയിലുണ്ടായിരുന്ന ആ കറുത്ത രൂപവും സ്ഥലം വിട്ടിരുന്നു. നോർത്തേൺ ലാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന അയാൾ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങി അതിവേഗം അവിടുന്ന് അപ്രത്യക്ഷമായി. അയാൾ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് ഒരു മലയുടെ മുകളിലാണ്. ശരിക്കും അയാൾ ആ മല ഓടിക്കേറിയെന്ന് പറയാം. അവിടെ പുറകിൽ കൈകെട്ടി രണ്ടാളുകൾ നിൽപ്പുണ്ട്. അവരും കറുത്ത വസ്ത്രധാരികളാണ്. ആ കൈകെട്ടി നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് ആ ചെറുപ്പക്കാരൻ ഓടിയെത്തി. ലോർഡ് സീമാബൈ, ഞാനൊരു വാർത്തയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്ത് വാർത്ത? ലോർഡ് സീമാബൈ, ആ മാർക്ക് ഫെല്ലർ ബ്രേക്ക് ത്രൂ ചെയ്യാൻ പോവുകയാണ്. ബ്രേക്ക് ത്രൂ? അതെ, നേസന്റെ സോളിൽ നിന്ന് മൈറ്റി ലെവലിലേക്ക് അവൻ ആ ലൈഫ്ലെസ് വാല്യൂ വെച്ച് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അത്രയും പറഞ്ഞതിന് ശേഷം ആ ചെറുപ്പക്കാരൻ സീമാബായിയോട് പറഞ്ഞു, ലോർഡ്, ഇതാണ് നമുക്കുള്ള അവസരം. അത് കേട്ടതും സീമാബായി അവനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ആരെങ്കിലും വിടാം. ലോർഡ് സീമാബായി, അത് ശരിയാകില്ല. ഇപ്രാവശ്യം അങ്ങ് തന്നെ ചെല്ലണം. വേറെ ആര് പോയാലും ഈ കാര്യം നടക്കത്തില്ല. മാർക്ക് ഫെല്ലർ അതിശക്തനാണ്. മാർക്ക് ഫെല്ലറെ പ്രൊട്ടക്ട് ചെയ്യാനായി ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ പ്രൊട്ടക്ഷനെ മറികടന്നുകൊണ്ട് മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കണമെങ്കിൽ സീമാബായിയെ പോലുള്ള ഒരു ശക്തൻ ഇടപെടണം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ തീർത്തു പറഞ്ഞതും സീമാബായി അയാളുടെ കൂടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കി. അവർ രണ്ടുപേരുമാണ് പുറകിൽ കൈകെട്ടി അങ്ങനെ നിന്നിരുന്നത്. ആ ചെറുപ്പക്കാരൻ സീമാബായിയോട് പറഞ്ഞു, അതേ ലോർഡ്, അതാണ് ശരി, അങ്ങ് ഇടപെടേണ്ട സമയമായി. അങ്ങനെ സീമാബായിയോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും അവർ രണ്ടുപേരും ആ ലൈഫ്ലെസ് വാലിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ വിവരങ്ങൾ അറിയാതെ മാർക്ക് ഫെല്ലർ ലൈഫ്ലെസ് വാലിയിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. മാർക്കിനൊപ്പം സാക്ഷാൽ ഹാൻസ് മില്ലറും ഉണ്ട്. ലൈഫ്ലെസ് വാലിയിൽ ഹാൻസ് മില്ലറും ഒപ്പം എത്തിയ മാർക്ക് ഫെല്ലർ ആ താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ആ ഭംഗി കണ്ട് ശരിക്കും അങ്ങനെ നിശബ്ദനായി അങ്ങനെ നിന്നു പോവുകയാണ്. അത്ര മനോഹരമായ ഒരു സ്ഥലം. ആ സ്ഥലത്തിന്റെ പ്രത്യേകത നിശബ്ദതയാണ്. സൈലന്റ് വാലി എന്ന് വിളിച്ചാൽ അതിനെ ആരും കുറ്റം പറയില്ല. കാറ്റടിക്കുന്ന ശബ്ദം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ നിശബ്ദത കണ്ടതും മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, താങ്ക് യു, ഇതാണ് പറ്റിയ സ്ഥലം. അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, ഞാൻ നിന്നിൽ പൂർണ്ണമായും എന്നെ സമർപ്പിക്കുകയാണ്. അതൊരു വല്ലാത്ത വാചകമാണ്. മാർക്കിന്റെ വിജയവും പരാജയവും ഇനി ഒറ്റയാളുടെ കയ്യിലായിരിക്കുന്നത്, സാക്ഷാൽ ഹാൻസ് മില്ലറുടെ കയ്യിൽ. മാർക്ക് അവിടെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും ശല്യം ചെയ്യാനായി എത്തിയാൽ അവരെ നേരിടാനുള്ള ചുമതല ഹാൻസ് മില്ലർക്കുണ്ട്. അത് കേട്ടതും ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നിന്നെ ആരും തൊടില്ല, അതെന്റെ വാക്കാണ്. ഹാൻസ് മില്ലർ അത് പറഞ്ഞതും മാർക്ക് ഹാൻസിനൊന്ന് നോക്കിയിട്ട് ആ താഴ്വരയിലേക്ക് നടന്നു. അവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തിയ മാർക്ക് അവിടെ ധ്യാനത്തിലിരുന്നു. മാർക്കിന്റെ ബോഡിക്കുള്ളിൽ ഡാർക്ക് എനർജി ഒരു വശത്ത് ഇഷ്ടംപോലെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, മറുഭാഗത്ത് സ്പിരിച്വൽ എനർജിയും ഉണ്ട്. ആ രണ്ട് എനർജിയും മാർക്ക് പതുക്കെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക് ഉപയോഗിച്ച് സർക്കുലേറ്റ് തുടങ്ങി. ഈ സമയത്ത് ഹാൻസിന്റെ അടുത്തേക്ക് സാക്ഷാൽ ലീന ഡേവിസ് എത്തി. ഹാൻസ്, ഞാൻ കുറെ നേരമായി ഇവിടെ എത്തിയിട്ട്. ലീന, മാർക്ക് ഇപ്പോ തുടങ്ങിയതേ ഉള്ളൂ. ലീന അത് കേട്ടപ്പോ കൗതുകത്തോടെ അവിടെ ഇരിക്കുന്ന മാർക്കിനെ നോക്കി. മാർക്കും അവർ തമ്മിലുള്ള അകലം ഏകദേശം ഒരു 100 മീറ്റർ വരും. ലീനയോട് സംസാരിക്കുമ്പോൾ തന്നെ ഹാൻസ് മില്ലർ ചുറ്റും ഒന്ന് നോക്കുന്നുണ്ട്. അവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ഹാൻസ് നോക്കുന്നത്. അങ്ങനെ ഹാൻസ് നോക്കുന്നുണ്ടതും ലീന ഹാൻസിനോട് ചോദിച്ചു, ഹാൻസ്, എന്താ നോക്കുന്നത്? അല്ല, ഞാൻ ചുറ്റും ഒന്ന് നോക്കിയായിരുന്നു. ഹാൻസ്, ഉള്ളത് പറയാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലീന, ഈ മാർക്കിന് ഒരുപാട് ശത്രുക്കളില്ലേ? ഏതെങ്കിലും ശത്രുക്കൾ ഈ സ്ഥലം അറിഞ്ഞെത്തി മാർക്കിനെ ആക്രമിക്കുമെന്നൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് നോക്കുന്നത്. നീയും ഒന്ന് നോക്കണേ. ലീന ഡേവിസിനോട് ഹാൻസ് മില്ലർ അത് പറഞ്ഞതും ലീന ഹാൻസിനോട് പറഞ്ഞു, ഓക്കെ, ഉറപ്പായി ഞാൻ നോക്കും, കാരണം മാർക്ക് എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ അവൾ പറയുമ്പോൾ അവിടെ മാർക്ക് ഫെല്ലർ ആ മെറിഡിയൻ സർക്കുലേഷൻ വഴി സ്പിരിച്വൽ എനർജിയും ഡാർക്ക് എനർജിയും സംയോജിപ്പിച്ചു തുടങ്ങി.
ആ സംയോജനം അതിന്റെ പൂർണ്ണതയിലെത്തിയതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു സുവർണ പ്രകാശം ഉണ്ടായി. ആ സുവർണ പ്രകാശം മാർക്കിന്റെ ബോഡിയിൽ അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്പിരിച്വൽ എനർജി നെഞ്ചിലൂടെ കഴുത്തിലൂടെ തലയിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യുകയാണ്. മാർക്കിന് അടയാളം കിട്ടിയിരിക്കുകയാണ്. ഇതാ ബ്രേക്ക് ത്രൂവിനുള്ള സമയമായി. അത് മനസ്സിലായതും മാർക്ക് ഫെല്ലർ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു. ഈ കാഴ്ച ഹാൻസും അതുപോലെ ലീനയും കാണുകയാണ്. എണീറ്റ് നിൽക്കുന്ന മാർക്കിനെ കണ്ടതും ലീന ഹാൻസിനോട് ചോദിച്ചു, അപ്പോ ട്രിബുലേഷൻ തുടങ്ങുമല്ലേ? അതിന് ഹാൻസ് മറുപടി പറഞ്ഞില്ല. അതിനു പകരം അവൻ ആകാശത്തേക്ക് നോക്കി. ആകാശം ഇതാ ഇരുണ്ടു വരികയാണ്. അതിശക്തമായ മേഘങ്ങൾ ആകാശത്ത് അതിവേഗതയിൽ അവിടെ എത്തിത്തുടങ്ങി. ഒന്നോ രണ്ടോ മേഘങ്ങളല്ല, ഒരുപാട് മേഘങ്ങളാണ് ഇപ്പൊ ആകാശത്ത് വന്നിരിക്കുന്നത്. ആ മേഘങ്ങൾ ആകാശത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുരൾച്ച കേൾക്കുകയാണ്. ആ മേഘങ്ങൾ പരസ്പരം ഉരസുന്നതിന്റെ ഇടയിൽ മിന്നൽ ഉണ്ടാകുന്നുണ്ട്. അതിന് ഫലമായി ശബ്ദം ഉണ്ടാകുന്നുണ്ട്. അതിശക്തമായ ഒരു മഴ പെയ്യാൻ പോകുമ്പോൾ മേഘങ്ങൾ കൂട്ടി ഉരസുന്ന ആ ഒരു ശൈലി നമുക്കവിടെ കാണാം. മാർക്ക് ഫെല്ലർ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുക. അത് കണ്ടതും ലീന ഹാൻസിനോട് പറഞ്ഞുപോയി, ഏയ് ഹാൻസ്, ഇത് വളരെ ശക്തമായ ട്രിബുലേഷൻ ആണല്ലോ. ലീന അത് പറയുമ്പോൾ സാക്ഷാൽ ഹാൻസ് മില്ലറും അതാണ് ആലോചിക്കുന്നത്. അവനും മൈറ്റി ലെവലിലേക്ക് കടന്നിരിക്കുന്ന വ്യക്തിയാണ്. നേസന്റ് സോൾ സ്റ്റേജിൽ നിന്ന് മൈറ്റി ലെവലിലേക്ക് അവൻ കടന്നപ്പോഴും ഇതുപോലെ ട്രിബുലേഷൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഒന്നോ രണ്ടോ മേഘങ്ങൾ മാത്രമാണ് മുകളിലെത്തുകയും ആ ട്രിബുലേഷനിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇപ്പോ ഹാൻസ് കാണുന്നത് നൂറുകണക്കിന് മേഘങ്ങളെയാണ്. മേഘങ്ങളുടെ എണ്ണവും താഴെ നിൽക്കുന്ന ആളുടെ ശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. ഇത്രയും മേഘങ്ങൾ മുകളിലുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം മാർക്ക് ഫെല്ലർ അതിശക്തനാണ്. അങ്ങനെ അവര് പരസ്പരം സംസാരിക്കുമ്പോൾ പെട്ടെന്നാണ് ആ ആകാശത്ത് മേഘങ്ങൾ കൂട്ടിമുട്ടി തുടങ്ങുന്നത്. തൽഫലമായി കണ്ണഞ്ചിക്കുന്ന പ്രകാശവും കാതടയ്ക്കുന്ന ശബ്ദവും ഉണ്ടാവുകയാണ്. ഇടിയും മിന്നലും തുരുതുര ആകാശത്ത് നിന്ന് താഴേക്കിങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അതിശക്തമായ ഇടി താഴേക്കിങ്ങനെ പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ സെയിന്റ്ലി ബോഡി ടെക്നിക്കിന്റെ 3rd ലെവൽ ആക്ടിവേറ്റ് ചെയ്തു. അതേ സമയത്ത് തന്നെ വജ്ര ബോഡിയും ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ ദേഹത്തിന് ചുറ്റും ആദ്യം ഒരു സുവർണ്ണ നിറത്തിലുള്ള കവറും അതിന് പുറത്തായി ഒരു പച്ച നിറത്തിലുള്ള കവറും ഉണ്ടായിരിക്കുകയാണ്. അതേ നിമിഷത്തിൽ മാർക്ക് ബാറ്റിൽ വേർഡ് ഫോർമുല 3rd ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് തന്റെ കയ്യിലുള്ള എല്ലാ സംവിധാനങ്ങളും എടുത്ത് ഉപയോഗിക്കുകയാണ്. കാരണം മുകളിൽ നിന്ന് താഴേക്ക് പാഞ്ഞു വരുന്ന ആ മിന്നലുകൾക്ക് വല്ലാത്തൊരു പവർ ഉണ്ടെന്ന് അത് കാണുന്ന ആർക്ക് മനസ്സിലാവും. മാർക്ക് ഫെല്ലർ അടുത്തേക്ക് ആ മിന്നലുകൾ പാഞ്ഞു വരുമ്പോൾ ആ എൻഷ്യർ ഏരിയയും പ്രകാശത്തിൽ കുളിക്കുകയാണ്. മിന്നലുകൾ തുരുതുര താഴേക്ക് വീണു തുടങ്ങി. മാർക്കിന്റെ ബോഡിയിലേക്ക് ആ മിന്നലുകൾ വീഴുമ്പോൾ ലീന ഡേവിസിന്റെ ഉള്ളിൽ ഒരു പുഞ്ചിരി വിരിയുകയാണ്. ശരിക്കും അവിടെ ഉള്ളിൽ വല്ലാതെ സന്തോഷം കൊണ്ട് കിടുങ്ങിയാണെന്ന് പറയാം. ആ മിന്നലുകളിൽ നിന്ന് മാർക്കിന് രക്ഷപ്പെടാൻ പറ്റില്ല. അത്ര പവർഫുൾ ആയിട്ടുള്ള മിന്നലാണ് മാർക്കിന്റെ പുറത്തേക്ക് അങ്ങനെ തുരുതുര വീഴുന്നത്. ആ മിന്നലുകൾ മാർക്കിന്റെ പുറത്തടിക്കുമ്പോൾ മാർക്കിന്റെ ബോഡിയിൽ തൊലി ചിതറുന്നത് കൃത്യമായി കാണാം. അതിശക്തമായ മിന്നലായതുകൊണ്ട് വൻ പ്രകാശമാണ്. അവിടെ ആ രംഗം അങ്ങനെ അരങ്ങേറുമ്പോൾ കുറച്ചു മാറി സീമാബായിയും ആ ചെറുപ്പക്കാരനും അവിടെ നിൽക്കുകയാണ്. അവരും ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലർ നമ്മൾ കേട്ടതുപോലെ അല്ല, ആള് ശക്തനാണ്. ഇവനെ ഇവിടെ ഇട്ട് അവസാനിപ്പിക്കേണ്ടി വരുന്നതിൽ ശരിക്കും എനിക്ക് വിഷമമുണ്ട്. സീമാബായി ആ ചെറുപ്പക്കാരനോടത് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനും സീമാബായിയോട് പറഞ്ഞു, അതേ ലോഡ്, എനിക്കും അതാ പറയാനുള്ളത്. ഇവനെ നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് നമുക്കൊരു അസറ്റായനെ. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.